16ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. 102 സീറ്റുകളോടുകൂടി UDF അധികാരത്തിലേക്ക് വരാൻ പോകുന്നു. 35 സീറ്റുകളിലാണ് 10 വർഷമായി തുടർ ഭരണത്തിലുണ്ടായിരുന്ന LDFന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മളെല്ലാവരും ആശങ്കപ്പെടുത്തിക്കൊണ്ട് 3 സീറ്റുകളിൽ NDAയും വിജയിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള വിശകലനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. LDFന്റെ പരാജയത്തിനുള്ള കാരണമായിട്ട് ഭരണവിരുദ്ധ വികാരമാണ് എന്നുള്ളൊരു നരേറ്റീവ് ഉണ്ട്. ഒപ്പം പിണറായി വിരുദ്ധ വികാരമാണ് എന്നുള്ളതുണ്ട്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിൽ റിലീജിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രചാരണ പരിപാടികളെല്ലാം ദോഷകരമായിട്ട് ബാധിച്ചിട്ടുണ്ട് LDFനെ എന്നുള്ള നരേറ്റീവുകളും നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് LDFന് ഇത്ര വലിയൊരു കനത്ത പരാജയം? ഒരുപക്ഷെ പിണറായി വിജയൻ തന്നെ ഒരു 8 റൗണ്ടോളം പിന്നിലേക്ക് നിന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ആ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആദ്യത്തെ 8 റൗണ്ടിൽ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ധർമ്മടത്ത് മണ്ഡലത്തിൽ പിന്നിലാവുക എന്നുള്ളത് ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. അതുപോലെ ഞെട്ടിപ്പിക്കുന്ന ഒട്ടേറെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റിസൾട്ടുകൾ ഉണ്ടായി. വി കുഞ്ഞികൃഷ്ണൻ CPM എന്ന് പുറത്തു വന്ന ഒരു തിരുത്തൽ ശക്തിയായിട്ട് പുറത്തു വന്ന വി കുഞ്ഞികൃഷ്ണന്റെ അപ്രതീക്ഷിതമായ വിജയം, G സുധാകരന്റെ വിജയം, അതുപോലെ തന്നെ TK ഗോവിന്ദന്റെ വിജയം. എന്തുകൊണ്ടായിരിക്കാം ഇത്ര കനത്ത പരാജയം LDFന് ഉണ്ടായത് എന്നാണ് തോന്നുന്നത്? ഇത് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം കൂടി എല്ലാം വാസ്തവത്തിൽ ഒന്നാണത്. ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതും പിണറായി വിജയനോടുള്ള വികാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശൈലിയോടുള്ള വിയോജിപ്പ് എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞ ഈ മുസ്ലിം മൈനോറിറ്റി കൺസോൾട്ടേഷൻ എന്ന് പറയുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് അല്ലെങ്കിൽ പ്രത്യേക ഗ്രൂപ്പുകൾക്ക് ഭരണത്തോടുള്ള ഒരു വിരോധം അല്ലെങ്കിൽ അവരുടെ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അത് പല രീതിയിൽ പല സ്ഥലത്ത് പ്രകടിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ അത് കണ്ണൂരിൽ പാർട്ടിക്കുള്ളിൽ എന്തിനോടുള്ള വിയോജിപ്പ്? ഭരണത്തോടുള്ള വിയോജിപ്പാണത്. അപ്പോൾ ഇതിനെ പല ഘട്ടങ്ങളായി പല വിഭാഗങ്ങളായി തിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ അത് ഈ ഭരണത്തോടുള്ള വിവിധ വിഭാഗം ജനങ്ങൾക്കുള്ള അതൃപ്തിയുടെ പ്രകടനം മാത്രമാണ്. അപ്പം അതിൻ്റെ മറ്റ് ഘടകങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഓരോ എലിമെൻ്റായിട്ട് എടുക്കുമ്പോഴാണ് അത് ഈ പാർട്ടിക്കുള്ളിലെ പ്രശ്നമായിട്ട് വരുന്നത്. പാർട്ടിക്കുള്ളിൽ ഇത്രയും കാലം ഉണ്ടായത് ഇതിപ്പോൾ അപ്രതീക്ഷിതമെന്ന് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പുകളിൽ തൃക്കാക്കര മുതൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ബോഡി സൂചനകളല്ല, വ്യക്തമായ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അന്നൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് പോവുകയാണെങ്കിൽ ഇതാണ് ജനങ്ങളുടെ വികാരം എന്ന് ഓരോ തെരഞ്ഞെടുപ്പുകളിലും അവരോട് CPM നേതൃത്വത്തോട് ജനങ്ങൾ തന്നെ പറഞ്ഞ കാര്യമാണ്. കൃത്യമായ സിഗ്നൽ വാർണിംഗ് സൈൻസ് കൊടുത്തതാണ്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലായിരുന്നില്ല CPM നേതൃത്വം എന്നുള്ളത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിട്ടുള്ള CPMന്റെ ഭാഗത്ത് നിന്ന് വരുന്നിട്ടുള്ള പ്രതികരണങ്ങളിൽ പോലും അത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കലില്ല. MV ഗോവിന്ദന്റെ പ്രതികരണത്തിലായാലും സ്വരാജിന്റെ പ്രതികരണത്തിലായാലും CPM സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയായാലും എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് ഇതുവരെ CPMന് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. പക്ഷേ CPM നേതൃത്വത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യമാണ്. അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അത് പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇത് എല്ലാ കാലത്തും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇതോടുകൂടി CPM തകർന്നു എന്നോ അല്ലെങ്കിൽ ലെഫ്റ്റ് അപ്രസക്തമാകുന്ന ഒന്നുമല്ല. മറിച്ച് ഒരു പ്രത്യേക രീതിയിലുള്ള ഭരണ രീതിയോട് പാർട്ടിയുടെ പോക്കിനോടുള്ള ജനങ്ങളുടെ താൽക്കാലിക പ്രതികരണം മാത്രമാണ്. ഇത് മനസ്സിലാക്കുക എന്നുള്ളത്, യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വിഷമമുള്ള കാര്യമൊന്നുമല്ല. ഇതിന് താത്വികമായ അവലോകനത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ വിശകലന രീതിയുടെയോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഏത് സാധാരണ മനുഷ്യനും മനസ്സിലാവുന്ന കാര്യമാണ് എന്തുകൊണ്ടും സന്ദീപ് വാര്യരെ പോലുള്ള ഒരാൾ തൃക്കരിപ്പൂർ ജയിക്കണമെങ്കിൽ അത് എന്തുകൊണ്ട് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ഇനി വിശകലനം തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെ ഒരു കൂലങ്കുഷമായ വിശകലനത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. പ്രത്യക്ഷത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉണ്ടായിട്ടുള്ള അതൃപ്തിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടി പ്രവർത്തകർക്ക് തന്നെ ഉണ്ടായിരുന്ന, പാർട്ടി പ്രവർത്തകർക്ക് മറ്റൊരു രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല.
സംവിധാനത്തിനുള്ളിൽ സംവിധാനത്തിനുള്ളിൽ. കാരണം അങ്ങനെ പറഞ്ഞവരൊക്കെ വർഗവഞ്ചകന്മാരും കുലംകുത്തികളും ഒക്കെ ആയിട്ട് പുറത്തു പോകുന്നതാണ്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പയ്യന്നൂരിലോ അല്ലെങ്കിൽ ധർമ്മടത്തോ തളിപ്പറമ്പിലോ ഉള്ള ആളുകളോട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, അവർ പാർട്ടിയെ തള്ളി പറയുന്നില്ല. ഈ ഇലക്ഷന് പോലും വോട്ട് ചെയ്തവർ, പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തിരുന്നവർ പാർട്ടി പ്രവർത്തകരോ പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അത് ഈ പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് അവർക്കറിയാം. എല്ലാ വിഭാഗം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപക്ഷെ മനസ്സിലാവാത്തത് അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് നടിക്കുന്നത് CPM നേതൃത്വം മാത്രമാണ്. ഇപ്പോൾ UDF വിജയം നോക്കിക്കഴിഞ്ഞാൽ ഒരു മുന്നണി എന്നുള്ള രീതിയിൽ കുറച്ച് ചില സവിശേഷതകൾ കാണാം. അതിൽ കഴിഞ്ഞ നൂറ്റാണ്ടിനുള്ളിൽ കോൺഗ്രസ് നേടിയിട്ടുള്ള ഏറ്റവും കൂടുതലുള്ള 63 സീറ്റ് ഏറ്റവും വലിയൊരു വിജയമാണ്. അതുപോലെ മുസ്ലിം ലീഗ് 27 സീറ്റിൽ മത്സരിക്കുകയും 22 എടുത്ത് വിജയിക്കുകയും ചെയ്തു. ആദ്യത്തെ അവർക്ക് വനിതാ MLA സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ജോസഫ് ഗ്രൂപ്പ് 8 സീറ്റിൽ മത്സരിച്ചിട്ട് 7 സീറ്റിലും വിജയം നേടാൻ കഴിഞ്ഞു. മാത്രമല്ല അവർ കഴിഞ്ഞ തവണ മത്സരിച്ച 2 സീറ്റ് ഒരു തരം തർക്കങ്ങളും ഇല്ലാതെ കോൺഗ്രസിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇടുക്കിയും ഏറ്റുമാനൂരും അവിടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെ ജയിക്കുകയും ചെയ്തു. അതുപോലെ RSP 4 സീറ്റിൽ മത്സരിച്ച് 3 ജയിക്കുകയും ചെയ്തു. അപ്പോൾ മുന്നണി എന്നുള്ള രീതിയിൽ മുൻപൊന്നും നമുക്ക് UDFൽ കാണാൻ കഴിയാത്ത രീതിയിലുള്ള അകത്തുള്ള ഒരു കെട്ടുറപ്പിൻ്റെ സ്വഭാവത്തിലുള്ള മുന്നണിയായിട്ടാണ് UDF ഇത്തവണ ഇലക്ഷൻ നേരിട്ടത്. അതുപോലെ തന്നെ VD സതീശൻ ഇപ്പോൾ അവകാശപ്പെടാറുള്ളൊരു കാര്യം ടീം UDF എന്ന് പറഞ്ഞൊരു കാര്യം. അതായത് മുന്നണിയിലുള്ളവരെ മാത്രമല്ല, മുന്നണിക്ക് പുറത്തുമുള്ള വിവിധ ജനവിഭാഗങ്ങളെ, സാമുദായിക വിഭാഗങ്ങളെയൊക്കെ ഒരു പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു അവകാശവാദം VD സതീശൻ ഉന്നയിക്കുന്നുണ്ട്. അതായത് മുമ്പ് നമ്മൾ പറയുമ്പോൾ UDFനെ കുറിച്ച് പറയുമ്പോൾ അതൊരു സാമുദായികവും വർഗീയവുമായിട്ടുള്ളൊരു അലമ്പ് കൂട്ടുകെട്ടെന്നുള്ള രീതിയിലാണ് പലപ്പോഴും അതിന് വിമർശിക്കപ്പെടാറ്. പക്ഷേ ഇത്തവണ ഈ സാമുദായിക വിഭാഗങ്ങളൊക്കെ ഒരു പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള ഒരു അവകാശവാദം VD സതീശനാണ് കൂടുതലായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് ഒരു സെക്യുലറും ഇൻക്ലൂസീവുമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് വിവിധ വിഭാഗങ്ങളെ കൊണ്ടുവരിക എന്നുള്ളത്. ആ ഒരു പാറ്റേൺ UDFൻ്റെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ കാണാവുന്നതാണ് വിജയം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ UDF എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ മുന്നണിക്ക് ഈ ഫാക്ടേഴ്സ് എത്രമാത്രം ഈ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ എത്രമാത്രം സഹായിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയും? കണ്ണാടിൻ്റെ അകത്ത് നമുക്ക് ചില ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സും ചില ചരിത്ര സന്ദർഭങ്ങളും ഇതിനകത്ത് പരിഗണിക്കുവാണെങ്കിൽ തോന്നുന്നു. ഒന്നാമതായിട്ട് 2016 കേരളത്തിൽ UDF പുറത്തു പോകുന്നത്. അതായത് അത് മോഡിയുടെ ഭരണത്തിന് അസെൻഡൻസി 2014 തുടങ്ങി 2016 ആകുമ്പോഴാണ് ആ ഘട്ടത്തുമ്പോഴേക്കാണ് നോട്ട് നിരോധനം കൂടി വരുന്നതോടെയും മോഡി ഭരണം അതിൻ്റെ ഒരു പ്രഭാവത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ മോഡി ഭരണത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ഒരു രാജ്യത്തിന് മനസ്സിലാവുന്ന വിധത്തിൽ അതിൻ്റെ സ്വഭാവങ്ങൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഈ കാലഘട്ടത്തിലാണ് കോൺഗ്രസ് ആകപ്പാട് ഇന്ത്യയിൽ ദുർബലമാവുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും പുറത്തേക്ക് പോകുന്നത്. അധികാരത്തിൽ 2 ടേമായിട്ട് പുറത്തു പോകുന്നു. ഇതിൻ്റെ കൂടെ ഘടകകക്ഷികൾ സുപ്രധാന ഘടകകക്ഷി, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി മുസ്ലിം ലീഗും അധികാരത്തിൽ പുറത്തു വന്നു. RSP കൊല്ലം പ്രദേശത്ത് മാത്രമല്ലെങ്കിലും ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയിലേക്ക് RSPയും പ്രതിസന്ധി നേരിടുന്നു. അതേസമയം ഇടതുപക്ഷത്തിൻ്റെ LDF മുന്നണി വികസിക്കുന്നുണ്ട് പല രീതിയിലും. മാണി അങ്ങോട്ടാണ് പോകുന്നത്. രണ്ടാമത്തെ സെക്കൻഡ് ടൈം ആകുമ്പോഴേക്കും മാണി അങ്ങോട്ട് പോകുന്നു. ഇവർ പരിപൂർണമായി ദുർബലപ്പെടുകയും ഘടകകക്ഷികൾ കുറഞ്ഞു വരികയും സമയത്ത് ഒരു ചരിത്രമായ പ്രതിസന്ധി ഇവർ നേരിടുന്നുണ്ട്. എന്താണ്, ദേശീയ തലത്തിൽ കോൺഗ്രസ് ദുർബലപ്പെടുന്നു. ഒരു തരത്തിലും കോൺഗ്രസ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലും ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കേരളത്തിൽ അധികാരം പുറത്ത് കാണാൻ സാമുദായികമായിട്ടും മുസ്ലിം ലീഗ് പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഘടകകക്ഷികൾ അതിൻ്റെ അകത്തുണ്ട്. ജോസഫ് ഗ്രൂപ്പിന് പ്രശ്നം നിൽക്കുന്നുണ്ട്. ജോസഫ് ഗ്രൂപ്പും വലിയ തോതിലുള്ള ഒരു മധ്യ തിരുവിതാംകൂറുമായ ജോസഫ് ഗ്രൂപ്പും ഏതാണ്ട് അന്യവൽക്കരണം നേരിടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് അതിജീവനത്തിൻ്റെ രാഷ്ട്രീയം മുമ്പിൽ വന്നു. ഈ അതിജീവനത്തിൻ്റെ രാഷ്ട്രീയം എപ്പോഴൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയാലും കോൺഗ്രസിൻ്റെയാണ് ഏത് പാർട്ടി മുമ്പിൽ വരുമ്പോൾ അവർ അത് നിർബന്ധമായിട്ടും ഒരു രാഷ്ട്രീയവൽക്കരിക്കാൻ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ടായിരിക്കും. ഒരുപക്ഷെ പണ്ട് നോക്കുകയാണെങ്കിൽ ഈ കർണാടക ലീഡറായി വിളിക്കുന്ന അന്ന് 9 പേരുടെ സമയത്തും അന്ന് രാഷ്ട്രീയവൽക്കരിച്ചെങ്കിലും അതൊരു സർവൈവലിൻ്റെ ശ്രമം അന്ന് തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസ്. അതിൻ്റെ റിസൾട്ടാണ് പിന്നീട് കാണുക. അത് പക്ഷേ വേറെ സാമുദായിക ക്വസ്റ്റനെങ്കിലും കർണാടകം കൊണ്ടുപോവാണ്. പക്ഷെ അങ്ങനെ ഒരു സർവൈവൽ ക്വസ്റ്റ്യൻ, അതിജീവനത്തിൻ്റെ ക്വസ്റ്റ്യൻ കോൺഗ്രസിൻ്റെ മുമ്പാകെ വന്നിട്ടുണ്ട്. ഈ 10 വർഷത്തെ ഭരണത്തിൽ നിന്ന് പരിപൂർണമായിട്ടും ഈ എല്ലാ അധികാര സ്ഥലങ്ങളിൽ നിന്ന് ഒരു മാറ്റി നിർത്തപ്പെടുന്ന സമയത്ത് മൂന്നാമതൊരു ടേം കൂടി CPM വരുന്നുള്ളൊരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വ്യാപകമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച, മൂന്നാമത്തെ ടേം അധികാരത്തിൽ വരാൻ പോകുന്നു. LDFിൻ്റെ നേതൃത്വത്തിലുള്ള പല പ്രവർത്തനങ്ങളും അന്തരീക്ഷത്തിലുണ്ട്.
അതൊക്കെ പോസിറ്റീവായിട്ട് ഒരുപക്ഷെ മാധ്യമങ്ങളുടെ നെഗറ്റീവ് ഉണ്ട്. കാര്യം LDF തിരിച്ചു വരാൻ പോകണം. ആ തിരിച്ചു വരുന്നതോടുകൂടി കോൺഗ്രസ് സംബന്ധിച്ച വലിയ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി എന്ന് പറയുന്നത് കോൺഗ്രസ് ഒരു ടേം കൂടി പുറത്ത് നിൽക്കേണ്ടി വരികയാണെങ്കിൽ കോൺഗ്രസ് ആന്തരികമായിട്ട് ദുർബലപ്പെടുന്ന എല്ലാവർക്കറിയാം. ഒപ്പം മുസ്ലിം ലീഗിനും അധികാരത്തെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ലീഗിൻ്റെ രാഷ്ട്രീയം മാത്രമല്ല, ഒരു പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അത് വലിയ തോതിലുള്ളൊരു ഒരു ജില്ലയിലെ പ്രാതിനിധ്യം ഉണ്ട്. അപ്പോൾ ആ വലിയ പ്രതിസന്ധി എല്ലാവരും അനുഭവിക്കും. ഇവിടെ ഒരു സർവേയിൽ ക്വസ്റ്റ്യൻ വന്ന സമയത്ത് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നൊരു പശ്ചാത്തലമുണ്ട്. ഈ പശ്ചാത്തലത്തിന് അനുബന്ധമായിട്ടാണ് ഇന്ത്യയിൽ ഒരു BJP വിരുദ്ധ, മോഡി വിരുദ്ധ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം പുതിയ രീതിയിൽ രൂപപ്പെടാനും തുടങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ നമുക്കറിയാവുന്ന 2024 തെരഞ്ഞെടുപ്പോട് ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി ഉണ്ടാകുന്നു. അതിനൊരു രാഷ്ട്രീയ സ്വഭാവം വരുന്നു. ആ രാഷ്ട്രീയം ഇൻക്ലൂസീവ് ഇന്ത്യ എന്നൊരു സങ്കല്പം വരുന്നു. അതിനൊരു വെൽഫെയർ പാക്കേജ് രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ അങ്ങനെ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പം അതിൻ്റെ അകത്ത് കൊണ്ടിരുന്നു. അതിനൊരു വളരെ ഒരു ന്യൂനപക്ഷ അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്വഭാവം വരുന്നു. ഇതൊക്കെ ദേശീയ തലത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം പ്രതി ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസ് എല്ലാം സ്വാധീനിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ കാണുന്ന കാര്യം കർണാടകത്തിലെ കോൺഗ്രസ് തിരിച്ചുവരവിൽ ഈ ഘടകങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നത്. അന്ന് അവിടെ BJPയുടെ എല്ലാ തരത്തിലുള്ള തീവ്ര വർഗീയതയിലേക്ക് കർണാടക കടന്ന സമയത്ത് അതിനെതിരെ ശക്തമായിട്ടൊരു പ്രതിരോധം കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടിരുന്നുണ്ട്. ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ വിഷയങ്ങളിൽ കോൺഗ്രസ് ഒരു വളരെ എന്താ പറയുക, അതിൻ്റെ ഒരു നെഹ്റുവിയൻ സ്വഭാവത്തിൽ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന രീതി. ഒപ്പം തന്നെ പല സാമുദായിക വേഷം ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. ഇന്ത്യയിലാണ് ഒരു സിദ്ധരാമയ്യ പോലെ നേതാവ് വളരെ കൃത്യമായിട്ട് തന്നെ ഈ മോഡി വിരുദ്ധവും BJP വിരുദ്ധമായ രാഷ്ട്രീയയുടെ പ്രത്യക്ഷനം കൊണ്ടുണ്ട്. അപ്പോൾ ഇതും ഒരു വലിയ സ്വാധീന ഘടകമുണ്ട്. അപ്പോൾ ഇത്തരം ഘട്ടത്തിൽ കോൺഗ്രസ് നവീകരിക്കാൻ ഒരു ബാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു പുതിയ തലമുറയിൽപ്പെട്ട നേതാവ് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു സതീശനെ പോലുള്ള അതിൻ്റെ അകത്ത് നേതൃത്വം വരുന്നത്. അപ്പോൾ സതീശൻ പലപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ ആദ്യം സതീശനെ പല ഇൻ്റർവ്യൂവിലും സൂചിപ്പിച്ച കാര്യമുണ്ട്. കോൺഗ്രസിൻ്റെ ദൗർബല്യങ്ങളെക്കുറിച്ച് ഒരു പഠിക്കാന്ന് ആദ്യം ചെയ്ത കാര്യം. ആ ദൗർബല്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് അകന്നുപോയ ഒരു സാമുദായിക ബന്ധങ്ങൾ നിലനിർത്തിയുന്ന ഒരു സംവിധാനമാണല്ലോ UDF. അത് ക്രൈസ്തവ സമൂഹമായിട്ടും മുസ്ലിം സമൂഹമായിട്ടും അതുപോലെ എന്താ പറയുക നായർ കമ്മ്യൂണിറ്റി ആയിട്ടും ഇഴവ കമ്മ്യൂണിറ്റി ആയിട്ടും ഒക്കെ തന്നെ ദളിത് സമൂഹമായിട്ട് പ്രത്യേകിച്ച് ഒരു കർണാടക കാലം മുതൽ അത്തരം ഇക്വേഷൻസ് പ്രത്യേകം ഒരു പ്രാതിനിധ്യം കൊടുക്കുന്ന സ്വഭാവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് തന്നെ സതീശൻ വേറെ നിലപാടെടുക്കേണ്ടി സമുദായ നേതാക്കളുടെ വീട്ടിൽ പോയിട്ട് അട്ടിപ്പേർ കടന്നുകൊണ്ട് സാധനം മേടിക്കുക എന്നുള്ളതല്ല, മറിച്ച് വേറെ രീതിയിലൊരു സംസാരം. അപ്പം അതിൽ പ്രധാനമായിട്ടും UDFനെ സംബന്ധിച്ചോളം വടക്ക് മുസ്ലിം സമൂഹവും തെക്ക് ക്രിസ്ത്യൻ സമൂഹവുമായിട്ടുള്ള അകൽച്ച അതിനെ പ്രതിസന്ധിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധം പുനഃസ്ഥാപിക്കുക, അതിനെ വീണ്ടും സജീവമാക്കാനുള്ള മാർഗ്ഗങ്ങൾ അന്വേഷിക്കുന്നത്. അപ്പോൾ അതുപോലെ എനിക്ക് തോന്നുന്നു നേരിട്ട് വ്യക്തിപരമായിട്ട് തന്നെ ഈ സഭകളായിട്ടും ക്രൈസ്തവ സമൂഹമായിട്ടൊക്കെ വ്യക്തിപരമായി തന്നെ അദ്ദേഹം സതീശൻ ബന്ധപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഒരു റിവൈവലിൻ്റെ ഭാഗത്തായിരുന്നു. നമ്മൾ നോക്കേണ്ട കാര്യം മുസ്ലിം ലീഗിൻ്റെ സ്വഭാവം ഈ കാലത്ത് മാറുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയോ മുമ്പുണ്ടായ ഒരു മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തിൽ വളരെ വ്യത്യസ്തമായി. ഇപ്പോൾ എന്താ പറയുക, മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ വലിയ പരിവർത്തന ഘട്ടം തന്നെയാണ് തീർച്ചയായിട്ടും ഫാത്തിമ തഹ്ലിയയ്ക്കും ജയന്തി രാജനും ഒക്കെ സീറ്റ് കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ അധ്യക്ഷയായിട്ട് ഒരു വനിതയെ കൊണ്ടുവരുന്നൊക്കെ മുസ്ലിം ലീഗ് തന്നെ രാഷ്ട്രീയത്തിൽ വലിയ പരിവർത്തനം കൊണ്ടുവരുന്നുണ്ട്. പുതിയ വേറെ ഇൻക്ലൂസീവ് രാഷ്ട്രീയം കൊണ്ടിരിക്കും. അതായത് ഹിന്ദുത്വം പ്രതിരോധിക്കാൻ സ്വയം നവീകരിച്ചുകൊണ്ട് പുതിയ രാഷ്ട്രീയത്തിലേക്ക് പോകാതിരിക്കുക ബുദ്ധിമുട്ടാവുന്ന സാഹചര്യത്തിൽ ആ ഒരു നവീകരണത്തിൻ്റെ രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഒരു റിഫോമിസ്റ്റ് പരിഷ്കരണവാദവും പരമായിട്ടും ഇൻക്ലൂസീവ് രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ സൈദ്ധാന്തികമായിട്ട് അതിനവർ എത്രമാത്രം തിരിച്ചറിയാൻ പ്രായോഗിക തലത്തിലാണ് ഈ കാര്യങ്ങളാണ്. അപ്പോൾ CPM പോലെ സൈദ്ധാന്തിക പണ്ഡിതന്മാർ താരതമ്യം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അതിൻ്റെ ചില സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാര്യം അവർക്ക് പ്രായോഗികമായിട്ട് ഉൾക്കൊള്ളാം. പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ ആസൂത്രിതമായിട്ട് മുൻകൂട്ടി നടക്കില്ല. ചില സാഹചര്യങ്ങൾ പലതും ചെയ്യാൻ നിർബന്ധമാക്കും. ലോക്സഭ അത്തരം പരീക്ഷണമായിരുന്നു. ലോക്സഭയിൽ ആ പരീക്ഷണം ഏറെക്കുറെ വിജയിക്കുകയും ആ നിലയിൽ അവർക്ക് റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തു. ലോക്സഭയ്ക്ക് ശേഷം നമ്മൾ കാണുന്ന ബൈ ഇലക്ഷനും തന്നെ ഈ തന്ത്രം നന്നായിട്ട് പയറ്റുന്നുണ്ട്. ആ തന്ത്രം പയറ്റുന്നത് അത് വിജയകരമായി പയറ്റിയത് നിലമ്പൂരാണ്. കാര്യം അവിടെ അൻവർ ഒരു നല്ല പോരാളിയായിരിക്കുന്ന സമയത്ത് തന്നെ മുസ്ലിം ലീഗായി ചേർന്ന രാഷ്ട്രീയം, കാര്യം സതീശെടുക്കുന്ന രാഷ്ട്രീയമാണ് അതിൻ്റെ അകത്ത്, അത് ഏറെക്കുറെ ഫലപ്രദമായി. ഇങ്ങനെ ബൈ ഇലക്ഷനും ആ രാഷ്ട്രീയം ഫലപ്രദമാവുന്നു. കാര്യം ഈ ഇക്വേഷൻ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നു, ഘടകകക്ഷികളായിട്ട് ഇതാവുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഇലക്ഷൻ നമ്മൾ ശ്രദ്ധിച്ചറിയാൻ എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്തും കോൺഗ്രസിനടുത്ത് വലിയ തോതിൽ ഇൻഫൈറ്റിംഗ് ഇല്ലാതെ ഈ കാൻഡിഡേറ്റ് ലിസ്റ്റ് പൂർത്തീകരിച്ചാണ്. കാര്യം സാധനയിൽ പക്ഷെ അതിലൊക്കെ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. പാറമുളയിലെ അവസാന ഘട്ടത്തിൽ സ്ഥാനാർത്ഥിമാരും കർണാടകം ജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ഒതുക്കത്തോടുകൂടി, അതുപോലെ ചില കലാപം ഉണ്ടായപ്പോൾ ആ കലാപം നടത്താനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങളുടെ പുറത്തുവിട്ടാലും അവരെ കൊണ്ട് തന്നെ പരസ്യമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയിപ്പിക്കുക, അങ്ങനെയൊക്കെ തരത്തിലൊരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം അതിജീവനം തന്നെ. നിരാശം പുറത്തു പോയി കഴിഞ്ഞാൽ ആന്തരികമായി തകരുന്നുള്ള ഉറപ്പ് തന്നെ. അതായത് ഘടകകക്ഷികളുടെ സീറ്റ് വിഭജനത്തിലും ഒരു സൗമ്യത, സീറ്റ് വിട്ടുകൊടുക്കുക, മുസ്ലിം ലീഗ് സീറ്റ് വിട്ടുകൊടുക്കുന്നു, കോൺഗ്രസ് ജയിക്കുന്ന ഉറപ്പായപ്പോഴാണ് മുഖ്യമന്ത്രി അങ്ങനെ വരുന്നത്. ജയിക്കുന്ന ഉറപ്പായപ്പോൾ അത് കുറച്ച് മുമ്പ് തന്നെ അവർക്ക് ഉണ്ട്. അതൊരു തർക്കം കോൺഗ്രസ് അത്യന്തമായിട്ട് കോൺഗ്രസിന്റെ സ്വഭാവം അതിൽ അതിന്റെ വൈരുദ്ധ്യങ്ങൾ അതിൻ്റെ അകത്ത് പ്രകടമാണ്. ഇത് പുതിയ കാര്യമല്ലോ, കോൺഗ്രസ് എല്ലാ കാലത്തുള്ള ഒരു സംവിധാനമാണത്. അതിന്റെ സ്വഭാവം അങ്ങനത്തെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഇക്വേഷൻസ് വളരെ കൃത്യമായി വർക്ക് ചെയ്യും.
അത് എനിക്ക് തോന്നുന്ന 3 കാര്യം. ഒന്ന്, സർവൈവലിൻ്റെ പ്രശ്നമുണ്ട്, അതിജീവനത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കൂടി പരാജയപ്പെടുകയാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കും. കാര്യം ഒരു പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ. രണ്ടാമതായിട്ട് CPM പോലെ രാഷ്ട്രീയം അപ്പുറത്ത് BJP വളർന്നു വരുന്ന സാഹചര്യവും കോൺഗ്രസ് സംബന്ധിച്ചുള്ള വലിയ ഒരു ദേശീയത തന്നെ ദുർബലപ്പെടുന്ന കാര്യമാണ്. രണ്ടാമത്തെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേമസങ്കല്പം UPA ഏറെണ്ട് വികസിച്ച ഒരു സങ്കല്പമായിരുന്നു ക്ഷേമം. അതിൻ്റെ ഫോർമുലകൾ മറ്റാൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി. മുടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ പല ആൾക്കാർ അതിൻ്റെ ന്യൂലിബറൽ പാത മാത്രമാണ് നരേന്ദ്രനോട് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ഒരു മാർഗ്ഗനിർദ്ദേശകമായിട്ടൊരു വഴിയായിട്ട് അവർ മനസ്സിലാക്കണം. അത് തുടർച്ചയാണ് രാഹുൽ ഗാന്ധി എല്ലാം ഈ തോമസ് പിക്കറ്റ് കൊണ്ട്. അപ്പോൾ അത് പ്രായോഗികമായിട്ട് ഫലപ്രദമാവുന്നവർക്ക് തോന്നുന്നുണ്ടായി. മൂന്നാമതായിട്ട് കേരളത്തെ സംബന്ധിച്ചുള്ളവരെ സംബന്ധിച്ചുള്ള ഈ സാമുദായിക ഇക്വേഷൻ തങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിത മനസ്സിലാക്കുകയും അത് പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമം നടന്നു. അതിൽ ക്രൈസ്തവ സമൂഹമായി ബന്ധപ്പെട്ട പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. കാരണം BJPയിലേക്ക് വലിയ ഇൻട്രൂട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ചില അനുകൂല സാഹചര്യം FCRI ബന്ധപ്പെട്ട കാര്യം ഛത്തീസ്ഗഡിൽ ഈ ക്രൈസ്തവ കന്യാസ്ത്രീകളെ ആക്രമിക്കുന്ന പ്രശ്നമുണ്ട്. കുറേ സാഹചര്യങ്ങൾ UDFന് അനുകൂലമായിട്ടും വന്നു. വളരെ നന്നായിട്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റി. അതിൻ്റെ റിസൾട്ടാണ് അത്. കണ്ണൻ ചോദിച്ചാൽ ഒരു സംവിധാനം, ഒരു ടീം വർക്കിൻ്റെ ഒരു സംഭവം. അതേപ്പോഴും പറയാനാണ് ടീം വർക്കിൻ്റെ ഒരു കാര്യം ഇതായിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ബന്ധങ്ങൾ വികസിപ്പിക്കുകയും അതിൻ്റെ റിസൾട്ട് അവർക്ക് വികസിപ്പിക്കുക. അതിൻ്റെ റിസൾട്ട് എനിക്ക് തോന്നുന്നു തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും അവർ അങ്ങനെ തന്നെ കണ്ടു. അതിന് ഏറെക്കുറെ ഫലപ്രദമായിട്ട് അവർക്ക് ഇപ്പോൾ കോട്ടയം സ്വീപ്പ് ചെയ്ത 2 ജില്ലകൾ നോക്കിയാൽ മതി. കോട്ടയം, മലപ്പുറം ക്ലീനായി സ്വീപ്പ് ചെയ്തു. ഈ 2 സ്ഥലങ്ങളിലും ആ സാമുദായിക ക്വസ്റ്റൻസ് അവർ വളരെ വളർത്തിയെടുത്തുകൊണ്ട് തന്നെയാണ്. കാര്യം അവിടെ കേരള കോൺഗ്രസിൻ്റെ വോട്ടുകൾ, കോൺഗ്രസിന് തന്നെ വലിയ വോട്ട്, ഇവിടുത്തെ വലിയ മുസ്ലിം വോട്ട്. അപ്പോൾ ആ ഇടുക്കി, കോട്ടയം, അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ വയനാടും മലപ്പുറവും ക്ലീൻ സ്വീപ്പ് ചെയ്യുന്നു. കോഴിക്കോട് ഡോമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ അപ്പോൾ അത് വികസിപ്പിക്കുന്നവർക്കായി അതിൻ്റെ അകത്ത് ഒരു പൊളിറ്റിക്സിൻ്റെ വിജയം UDFന് ഫലപ്രദമായി കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേസമയം ഈ സാമുദായിക ഇക്വേഷൻസ് അപ്പുറത്തും പയറ്റുന്നുണ്ട്, നമ്മൾ കാണണം. കാര്യം JB കോശിയുടെ റിപ്പോർട്ട് വെച്ചുകൊണ്ട് അതൊക്കെ ശരിയായിരിക്കും. എനിക്കതിനെക്കുറിച്ച് നമുക്ക് അതിനെ വിമർശിക്കുന്ന ചില പെന്തക്കോസ്ത് സഭകൾക്ക് സഭയെ പ്രഖ്യാപിക്കുക എന്നുള്ളത് സർക്കാരിന് ചെയ്തു കൊടുക്കാൻ സഹായം ചെയ്യേണ്ടി വരികയായിരിക്കാം. പക്ഷെ അതൊക്കെ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ പല മെത്തേഡ്സ് അവർ അപ്ലൈ ചെയ്യുന്നുണ്ട് അവിടെ. കാര്യം നായർ NS പെരുന്ന ആസ്ഥാനത്ത് പോയി അയാളെ കാണുക, അതുപോലെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് വേറെ തരത്തിലൊരു ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കുക. ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം, ഈ കഴിഞ്ഞ ലോക്സഭയെ ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട് ഒരു പാലം ഉണ്ടാക്കാനും അതേ ബന്ധപ്പെട്ട് ഈ നമ്മുടെ ഗോവിന്ദ മാഷിന്റെ ആദ്യത്തെ യാത്ര ഓർക്കുന്നുണ്ടല്ലോ, ആ യാത്രയിൽ ഉടനീളം അദ്ദേഹം മുസ്ലിം ലീഗിനെ സ്വീകരിക്കുകയും വിളിച്ചുകൊണ്ടിരിക്കുകയും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു. പക്ഷേ ലീഗ് പോയില്ല എന്ന് മനസ്സിലാക്കിയതോടെ പിന്നെ ആ സ്വഭാവം പിന്നെ സമസ്ത തുടങ്ങിയ സംഘടനകളായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ പാലസ്റ്റീൻ ഒരു കാര്യമായിട്ടുണ്ട്. മണിപ്പൂരാണെങ്കിൽ ക്രൈസ്തവ. അപ്പോൾ ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ ഏറ്റവും ക്രൂഡ് ഫോമിൽ CPM പഠിച്ചു. പക്ഷെ അത് വർക്ക് ചെയ്തില്ല. കാര്യം ദേശീയതലത്തിൽ ലോക്സഭയിലെത്തിയപ്പോൾ ഈ നമ്മുടെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കേണ്ട ആവശ്യമാണെന്ന് ഒരു പൊതു സാഹചര്യം ഉണ്ടായിരുന്നു. കാര്യം BJPക്ക് അതൊരു ഓൾട്ടർനേറ്റീവ് ഇറക്കി. അപ്പോൾ ആ സാമുദായിക രീതിയിൽ ഒരുപക്ഷെ മുസ്ലിം സംഘടനകളും ക്രൈസ്തവ സംഘടന സഭകളൊക്കെ തന്നെയാണ് അതിൽ അരിശം മൂക്കുകയും പിന്നീട് നേരെ വിരുദ്ധ പാതയിലേക്ക് പോവുകയും. കാര്യം അതിൻ്റെ ഇടയിൽ CPMന്റെ തന്നെ വോട്ടുകൾ പോകുന്നതായിട്ട് ഒരു വിമർശനം വെള്ളാപ്പള്ളിയിൽ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിലൊക്കെ ഭീതി പൂണ്ടുകയും അതിനുശേഷം ഈ സാമുദായികമായിട്ട് ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ടുവന്നു. ആ സാമുദായികമായ ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയം ഇവിടെ CPM ഉന്നയിച്ചത് കോൺഗ്രസ് അനുകൂലമായി. കാര്യം അതോടെ നമ്മൾ ഈ കൺസോൾട്ടേഷൻ എല്ലാവരും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതൊക്കെ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നതൊക്കെ എനിക്ക് വ്യക്തിപരമായി യോജിക്കുന്നു. കാര്യം ഇപ്പോൾ ക്രൈസ്തവ സമൂഹങ്ങളിൽ പിന്നെയും എനിക്ക് തോന്നുന്നു ഒരു മെത്രാനോ ഒക്കെ പിന്നെയും പറഞ്ഞാൽ ഒരു പക്ഷേ വോട്ട് കിട്ടുന്ന ഒരു പാരിഷനേഴ്സൊക്കെ വോട്ട് ചെയ്യും. ഇപ്പോൾ മുസ്ലിം സമുദായത്തെ ഏതെങ്കിലും ഉസ്താദ് വിളിച്ച് പോയി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞൊന്നും ചെയ്യാൻ സാധ്യതയില്ല. അത് പൊളിറ്റിക്കൽ വോട്ടാണ്. ആ പൊളിറ്റിക്കൽ വോട്ട് ഐഡന്റിറ്റിയുടെ പുറത്തൊരു ആക്രമണ പൊളിറ്റിക്കലി വോട്ട് ചെയ്യും. അത് ആരും വോട്ട് ചെയ്യും, പൊളിറ്റിക്കലായി വോട്ടാണ്. പിന്നെ മാത്രമല്ല രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അകത്ത് ഒരു അത്തരം പൊളിറ്റിക്കൽ വോട്ടിന് ആവശ്യം ഉണ്ടായിരുന്നു. കാര്യം LDFന് പുറത്തുനിന്നുള്ള രാഷ്ട്രീയ നേരത്തെ പ്രശ്നം രാഷ്ട്രീയ വിയോജിപ്പാണത്. രാഷ്ട്രീയ പൊളിറ്റിക്കലാണ്. ആ പൊളിറ്റിക്കൽ വോട്ട് ചെയ്യുന്നതിൻ്റെ ഗുണഫലം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. അപ്പോൾ അത്തരം സാഹചര്യത്തിൻ്റെ ഗുണഫലം മുഴുവൻ കോൺഗ്രസ് കിട്ടുകയും കോൺഗ്രസ് അത് ഫലപ്രദം ഉപയോഗിക്കും. അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ കോൺഗ്രസിന് വൻ വിജയം തെക്കും വടക്കും നേടിക്കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നിയ കാര്യം. ഈ തെരഞ്ഞെടുപ്പ് വിജയം 3 മുന്നണികളെ സംബന്ധിച്ചും ഒരുപക്ഷെ ചരിത്രപരമാണെന്ന് പറയാം. LDFനെ സംബന്ധിച്ച് മുൻപും LDFനകത്ത് വിമത സ്വരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പം MV രാഘവനും. പക്ഷേ ഇപ്രാവശ്യം V കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും G സുധാകരനെ പോലുള്ളവർ ഇതിനകത്തു നിന്നും മാറി UDFനൊപ്പം ചേർന്ന് മത്സരിക്കുന്നു എന്ന് പറയുന്നത് ആ കാരണങ്ങൾ കൊണ്ടല്ല, വേറെ തെരഞ്ഞെടുപ്പിനോട് അടുത്ത് വന്ന് ഒരു വലിയ മാറ്റം, അതൊരു അണികൾ കൂടെ പോകുന്നു എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായിട്ട് പ്രതിഫലിക്കുകയും ചെയ്തു.
NDA സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഒരു 3 സീറ്റ് നിയമസഭയിലേക്ക് വരുന്നു എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് അവർ ജയിക്കാൻ വേണ്ടി തന്നെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടുണ്ടായൊരു റിസൾട്ടും കൂടിയിട്ടാണ്. അത് കേരളത്തിൽ നമ്മൾ പലപ്പോഴും സംഭവിക്കില്ല എന്ന് കരുതിയിരുന്ന ഒരു സംഗതിയും കൂടിയാണ്. O രാജഗോപാൽ വിജയിച്ചപ്പോഴും അതൊരു വ്യക്തിപരമായ പ്രഭാവത്തിന്റെ പുറത്ത് നേടിയ ഒരു വിജയമാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു മുന്നണി എന്നുള്ള രീതിയിൽ BJP കൃത്യമായിട്ട് ദേശീയ രാഷ്ട്രീയം മാറിയപ്പോൾ തൊട്ടിട്ട് കേരളത്തിനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയതിന്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ജയിക്കാതിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടുകയും ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അതിന്റെ ഭാവി തന്നെ അവതാളത്തിലാവുന്ന രീതിയിലുള്ള ഒരു കൃത്യമായ പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുള്ള, അത് ദേശീയ രാഷ്ട്രീയമായിട്ട് തന്നെ ബന്ധപ്പെടുത്തി ഇന്ത്യ മുന്നണിയുമായിട്ടും രാഹുൽ ഗാന്ധിയുമായിട്ട് അതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കേണ്ട ഒരു വിഷയം കൂടിയിട്ടാണ്. ഈ 3 മുന്നണികൾക്കും ചരിത്രപരമാണ് ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഇപ്രാവശ്യത്തെ അസംബ്ലിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ മുന്നണി തിരിച്ചു തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിജയം, പരാജയം അല്ലെങ്കിൽ സാന്നിധ്യമൊക്കെ എങ്ങനെയാണ്? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഒന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയം ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ അതിന് ശേഷമുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഓരോ ഘട്ടത്തിലും ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പുതിയ ഓരോ ദിശാസൂചികകൾ വെച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പരിചയമില്ലാത്ത, ഇന്ത്യൻ റിപ്പബ്ലിക്കിന് പരിചയമില്ലാത്ത പുതിയ ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കടന്നു പോകുന്ന ഈ ഒരു സമയത്താണ് NDA-യുടെ 3 സീറ്റ് നേടുന്നത് എന്നുള്ളതാണ്. നേമത്ത് പണ്ട് രാജഗോപാൽ ജയിച്ചതിനേക്കാൾ പ്രശ്നമാകുന്നത് ഈ 3 സീറ്റ് പ്രശ്നമാകുന്നത് അങ്ങനെയാണ്. ഇത് മറ്റൊരു തരത്തിൽ ഇപ്പോ ചാത്തന്നൂർ ജയിച്ച ഗോപകുമാർ എന്ന് പറയുന്നത് ചാത്തന്നൂരിനപ്പുറം ഒരുപക്ഷെ സാധാരണ മറ്റു രാഷ്ട്രീയക്കാർക്കൊന്നും അറിയില്ല, രാജഗോപാലിനെ പോലെ ഒരാളല്ല. പക്ഷെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുകയാണ് അവിടെ ആ തരത്തിൽ. അതെന്ന് പറഞ്ഞാൽ BJP-യുടെ പൊളിറ്റിക്കൽ വോട്ട് കിട്ടുകയാണ്. ആളുകൾക്ക് BJP-ക്ക് വോട്ട് ചെയ്യുന്നതിന് അക്രോസ് ദ സ്പെക്ട്രം ഈ ഹിന്ദുക്കളുടെ ഇടയിൽ ബുദ്ധിമുട്ടില്ലാതെ വരുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, മുമ്പ് CPM-ന് വോട്ട് ചെയ്തിരുന്ന വലിയൊരു വിഭാഗം ആളുകൾ, ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്തിരുന്ന വലിയൊരു വിഭാഗം ആളുകൾ BJP-ക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ള സൂചന കേരളത്തിൽ ഇത്തവണയുണ്ട്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അതുണ്ട്. ഇപ്പോൾ ഈ ചാത്തന്നൂർ, ഈ ഗോപകുമാർ എന്ന് പറഞ്ഞ BJP സ്ഥാനാർത്ഥി ജയിച്ച ചാത്തന്നൂർ കഴിഞ്ഞ തവണ CPI-യുടെ സ്ഥാനാർത്ഥിയാണ്. CPI-യുടെ സീറ്റായിരുന്നു. അവിടെ CPI-യുടെ ലീഡിൽ നിന്ന് 10,000 ചില്ലാനം, CPI-ക്ക് കിട്ടിയ വോട്ടിൽ നിന്ന് 10,000 ചില്ലാനം വോട്ടിന്റെ കുറവ് ഇത്തവണയുണ്ട്. BJP-യുടെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 10,000 ചില്ലാനം വോട്ട് കൂടി കിട്ടിയിട്ടാണ് അയാൾ ജയിക്കുന്നത്. കോൺഗ്രസിന്റെ വോട്ട് കൂടുകയാണ്. കോൺഗ്രസിന്റെ വോട്ട് കുറച്ചാണെങ്കിൽ കൂടുകയാണ് ചെയ്തത്. അതേസമയം CPI അതായത് LDF-ന്റെ കുറവാണ് BJP-യുടെ വോട്ട് കൂടിയതായിട്ട്. വോട്ടുകൾ എപ്പോഴും അങ്ങനെ കൃത്യമായിട്ടൊരു കിറ്റിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൃത്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ പോലും നമുക്ക് പറയാൻ കഴിയുന്നത് അതിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ട്രെൻഡിനെ അവഗണിച്ചുകൂടാ. ഇപ്പോൾ ബംഗാളിൽ BJP ഈ വൻ വിജയം നേടുമ്പോൾ ബംഗാളിലെ എനിക്ക് തോന്നുന്നത് റഫ് എസ്റ്റിമേറ്റ് ഇപ്പോൾ വന്നതനുസരിച്ച് BJP-യും TMC-യും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് ഏതാണ്ട് 4.5% തോന്നുന്നു. പക്ഷെ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസമുണ്ട്. അത് നമ്മുടെ ഇലക്ട്രൽ ഇതിന്റെ ഒരു രീതിയാണല്ലോ. പക്ഷേ അപ്പോൾ TMC-യുടെ വോട്ടിന്റെ കുറവ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ബംഗാളിൽ BJP പതുക്കെ എടുത്ത വോട്ടുകൾ മുഴുവൻ CPM-ന് വോട്ട് ചെയ്തിരുന്ന ആളുകളുടെ വോട്ടുകളാണ് അവരുടെ ഇലക്ട്രൽ ഗെയിനിന് വേണ്ടി അവിടെ അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ വോട്ടുകൾ. അതായത് CPM-ന് വോട്ട് ചെയ്ത ആളുകൾക്ക് ഒരു തരത്തിൽ BJP-ക്ക് വോട്ട് ചെയ്യാൻ മടിയില്ല. CPM 50 കൊല്ലം ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിച്ച ഒരു സംസ്ഥാനത്തെ അവസ്ഥയാണിത്. കേരളത്തിലും ഇത്തരം മടിയില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു സാധനമാണ്. CPM-ന്റെ ഒപ്പം നിന്ന ആളുകൾക്ക് CPI-യിൽ നിന്നുള്ള മുൻ MLA-മാർ BJP-യിലേക്ക് പോകുന്നു, CPM-കാർ BJP-യിലേക്ക് പോകുന്നു. ഇങ്ങനെ വോട്ട് ചെയ്യാൻ ആളുകൾക്ക് മടിയില്ലാത്തൊരു സാഹചര്യം ഇത് ഒരുക്കി കൊടുത്തത് CPM കൂടിയാണ്, ഇടതു മുന്നണി കൂടിയാണ്. ഇത് എങ്ങനെയാണ് അവർ ഒരുക്കി കൊടുക്കുന്നത്? അതായത് അവർ ഭയങ്കര കൗശലക്കാരും സൂത്രക്കാരും മിടുക്കന്മാരുമാണെന്ന് സ്വയം ധരിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണത്. ചുരുങ്ങിയത് അവർക്ക് അവരുടെ തന്നെ ചരിത്രം ആലോചിച്ച് കഴിഞ്ഞാൽ ഒട്ടും കൗശലമോ രാഷ്ട്രീയമായ ഉൾക്കാഴ്ചയോ മുന്നോട്ട് കാണാനുള്ള ശേഷിയോ ഇല്ലാത്ത ഒരു നേതൃചരിത്രത്തിലൂടെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കടന്നു പോരുന്നത്. അതുകൊണ്ടാണല്ലോ ആകെ കൂടി കുറച്ചല്ലേ ഉള്ളൂ. അവർ CPI-ക്കാണ് ഏതാണ്ടൊരു കുടുംബയോഗത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് വിശ്രമിക്കാൻ ഇറങ്ങുന്ന ഒരു പഴയ പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. CPM-ന് 4.25% വോട്ടാണ് ബംഗാളിലുള്ളത്. അതായത് ഒരു മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയുടെ ലക്ഷണമല്ല അവർ കാണിക്കുന്നത്. എങ്ങനെയാണ് അവർ ഈ കേരളത്തിലും വോട്ട് ചെയ്യാൻ മടിയില്ലാത്തൊരു തരത്തിലേക്ക് BJP-യെ സഹായിച്ചത് എന്നുള്ളതുണ്ട്.
അത് ഈ ഒരു ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയ കക്ഷിയായിട്ട് ബി ജെ പിയുടെ വളർച്ച എന്ന് പറയുന്നത് നേരിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടില്ലല്ലോ. നമ്മൾ തന്നെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒന്നാണ്. അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ സ്വാഭാവികമായി സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ ശരീരത്തെ അവരാദ്യം ഉണ്ടാക്കിയെടുക്കും. ഇത് ഉത്തരേന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ അവർ നേരിട്ട് ഇത് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. രാഷ്ട്രീയമല്ല. ഛത്തീസ്ഗഡിലോ ജാർഖണ്ഡിലോ പോയിട്ട് അവർ പറയുന്നത് ഹരികഥ പറയുന്ന ഒരു വീണയും വെച്ചിട്ട് ഹരികഥയും രാമകഥയും പാടുന്ന ആളുകളായിട്ടാണ് അവിടുത്തെ ഗ്രാമങ്ങളിൽ സംഘപരിവാറിൻ്റെ ആൾക്കാർ, പ്രചാരകന്മാർ ചെല്ലുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പല രീതിയിലാണ് ചെല്ലുന്നത്. ഇന്ത്യയിൽ അവർക്ക് സീറ്റൊന്നും ഇല്ലാത്ത കാലത്താണ്, വലിയ കാര്യമായിട്ട് സീറ്റൊന്നും ഇല്ലാത്ത കാലത്താണ് ഇന്ത്യയെ മുഴുവൻ രക്തത്തിൽ കുളിപ്പിച്ച രഥയാത്രകളും, അതുപോലെ തന്നെ കന്യാകുമാരി, സോമനാഥിൽ നിന്നും കന്യാകുമാരിയിലേക്കും കാഠ്മണ്ഡുവിലെ പശുപതി ക്ഷേത്രത്തിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിരവധി യാത്രകൾ ഒക്കെ നടത്തുന്നത്. അത് നീണ്ടുപിടിക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ ശരീരത്തിലേക്ക് ഈ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ കയറ്റിവിടുന്നതിനുള്ളൊരു പൊളിറ്റിക്കൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് കേരളത്തിൽ ഇപ്പോൾ രാമായണ മാസം ആചരിക്കുന്നതിന് പരമേശ്വരൻ്റെ നേതൃത്വത്തിൽ 80കളുടെ തുടക്കത്തിലൊക്കെയാണ് ഈ കർക്കടകത്തെ ഒരു മഴക്കാല മാസം എന്നുള്ളതിൽ നിന്നും ഒരു രാമായണ മാസമാക്കി മാറ്റുന്ന പരിപാടിയൊക്കെ നടന്നത്. ഇത് ഈ പഞ്ഞമാസത്തിൽ നിന്നും, ബി ജെ പിയുടെ രാഷ്ട്രീയ പഞ്ഞമാസത്തിൽ നിന്നും സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സമൃദ്ധിയുടെ വിളവെടുക്കാൻ പറ്റുന്ന ഒരു കാലത്തേക്ക് ബി ജെ പിയുടെ യാത്രയെ സുഗമമാക്കുന്നതിൽ ബി ജെ പിയുടെ സംഘടനാ ശരീരം കൊണ്ട് മാത്രമല്ല അത് സ്ഥാപിച്ചത്, ഈ തങ്ങൾക്ക് വലിയ ബുദ്ധിയുണ്ട് എന്ന് CPM ധരിച്ചുകൊണ്ട് നടത്തിയ ഈ വിഡ്ഢിത്വമോ അല്ലെങ്കിൽ അവസരവാദമോ, ഇപ്പോൾ നമ്മളതിനെ കാണുന്നത് അറിഞ്ഞുകൊണ്ട് നടത്തിയ രാഷ്ട്രീയ വഞ്ചന എന്നാണ് ഞാൻ അതിനെ പറയുക, അല്ലാണ്ട് വിഡ്ഢിത്വമൊന്നുമില്ല. അവരത് അറിഞ്ഞുകൊണ്ട് നടത്തിയ കേരളത്തിലെ അവർക്കൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ വിശാല സ്പെക്ട്രത്തിൽ നിൽക്കുന്ന ആളുകളോട് അവർ കാണിച്ച പൊളിറ്റിക്കൽ ചതിയാണ്, രാഷ്ട്രീയ വഞ്ചനയുടെ ഭാഗമായിട്ടാണ്. അതെന്താ ചെയ്തത്? ഈ നേരത്തെ പറഞ്ഞ വെള്ളാപ്പള്ളിയുടെ വിഷയം പോലെ മുസ്ലിം വെറുപ്പിനെ ഒരു പൊതുവിഷയമാക്കി മാറ്റുക. മറ്റത് മുസ്ലിം വെറുപ്പ് എന്ന് പറയുന്നത് വേണമെങ്കിൽ ശശികല മുതൽ കുമ്മനം രാജശേഖരൻ വരെ ഓടിക്കളിക്കുന്ന വാക്കുകളായിരുന്നു എങ്കിൽ, മുസ്ലിം വെറുപ്പ് എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയിൽ നിന്നും പിണറായി വിജയനിലേക്കും, പിണറായി വിജയനിൽ നിന്നും CPMൻ്റെ സൈബർ പോരാളികളിലേക്കും സംക്രമിക്കുന്ന ഒരു സാംക്രമിക രോഗമാക്കി മാറ്റിയത് CPM ആണ്. കഴിഞ്ഞ ഈ കാലത്ത് ഒരു മടിയുമില്ലാത്ത രീതിയിൽ മുസ്ലിം ലീഗ് വന്നാൽ എന്തോ വലിയ അപകടമാണ്. ലീഗിനോട് നമുക്ക് വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമിയോട് വിമർശനങ്ങളുണ്ട്. ലീഗ് പോലെയല്ല ജമാഅത്തെ ഇസ്ലാമി, വലിയ വിമർശനങ്ങളുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എന്ന് അവർ പറയുന്നത് മുസ്ലിം 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 എന്ന് ജനങ്ങൾ കേൾക്കണം എന്നുള്ളത് കൊണ്ട് അതെല്ലാവർക്കും മനസ്സിലാകുന്നു. അത് അങ്ങനെയല്ല എന്നാണ് അവർ പറഞ്ഞതെങ്കിൽ കൂടി ഇങ്ങനെ ഈ മുസ്ലിം വെറുപ്പ്, മുസ്ലിങ്ങളോടുള്ള വെറുപ്പിനെ, മുസ്ലിം അപരത്വത്തെ നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ ഒരു പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ പദ്ധതിയാണ് ഇന്ത്യയിൽ. അതിനെ കേരളത്തിൽ മുസ്ലിം പൊളിറ്റിക്സ് ആണോ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഏറ്റവും വലിയ വിഷയമായി വരുന്നത്? അല്ല. ഇപ്പൊ 3 സീറ്റ് നേടിയ BJPയുടെ പൊളിറ്റിക്സിനെ, സംഘപരിവാറിന്റെ പൊളിറ്റിക്സിനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPMന്റെ നേതാക്കൾ എത്ര ടാർഗറ്റ് ചെയ്തിട്ടില്ല? ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവർ മുഴുവൻ ഊന്നിയത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി അത് ഇത് എന്ന് പറഞ്ഞാണ് അവരൂന്നിയത്. അതല്ല ഇന്ത്യയിലെ മെജോറിറ്റേറിയൻ ഹിന്ദുത്വ ഫാഷിസ്റ്റ് പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കാനുള്ള ചരിത്രപരമായ ബാധ്യതയുള്ള ഇടതുപക്ഷം കേരളത്തിൽ ആ ചരിത്രപരമായ ബാധ്യത അവർക്ക് ഏറ്റെടുക്കാൻ പറ്റാത്തത് അവർ ഇടതുപക്ഷമല്ല എന്നുള്ളത് കൊണ്ടാണ്. അവരിടതുപക്ഷമല്ല എന്നുള്ളത് കൊണ്ടാണ് അവർക്കത് ഏറ്റെടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഈ BJPയുടെ ഈ സുഗമമായ ഈ സോഫ്റ്റ് ഹിന്ദുത്വ പൊളിറ്റിക്സ് കളിച്ചാൽ ആ ഹിന്ദു വോട്ടുകൾ കൂടുതൽ കിട്ടുമെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് കൂടിയായിരിക്കില്ലേ? അല്ല, അത് തെറ്റിദ്ധാരണയൊന്നുമല്ല. ഹിന്ദുത്വ പൊളിറ്റിക്സ് കളിക്കുന്നവർക്ക് ഹിന്ദു വോട്ടുകൾ കിട്ടുമെന്നാണല്ലോ ഇന്ത്യയിൽ BJP ജയിക്കുന്നതിന്റെ കാരണം. നിങ്ങൾക്ക് CPMനെ സ്വയം അവർ കരുതുന്നതും മറ്റുള്ളവർ വ്യാഖ്യാനിക്കുന്ന ഒരു ഹിന്ദു പാർട്ടിയായിട്ടും കൂടിയാണല്ലോ. അല്ല, അത് ഇപ്പോ പണ്ട് CPM ഹിന്ദു പാർട്ടിയാണെന്ന് പറയുന്ന അർത്ഥത്തിലൊരു ഹിന്ദു പാർട്ടി അല്ല. അന്ന് പറയുന്ന കാലത്ത് CPM അങ്ങനെ ഈ ഹിന്ദു പാർട്ടി എന്ന് നമുക്ക് പറയണമെങ്കിൽ ഹിന്ദുത്വം ഒരു പ്രത്യയശാസ്ത്ര പരിപാടിയായിട്ട് സ്വീകരിച്ചൊരു പാർട്ടി ആണെന്ന് പറയണം. ഇപ്പോൾ കോൺഗ്രസ് സോഫ്റ്റ് ഹിന്ദുത്വ ഒരുപാട് പ്രയോഗിച്ച് BJPക്ക് ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ഈ ഹിന്ദു യാഥാസ്ഥിതികതയുടെ പശുവിനെ തീറ്റയും പുല്ലും കൊടുത്ത് വെള്ളവും കൊടുത്ത് വളർത്തിയെടുത്തൊരു പാർട്ടിയാണ് ഈ കോൺഗ്രസ്. BJPക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ വെള്ളം കൊടുക്കും, ഇന്ന് രാത്രി തൊഴുത്തിന് കാവ കിടക്കാം എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷെ അപ്പോഴും കോൺഗ്രസ് ഹിന്ദു പാർട്ടിയാകുന്നില്ല. അതാണ് അതിന്റെ ജനിതക രൂപത്തിൽ അതിന് ഹിന്ദു പാർട്ടി ആവാൻ പറ്റില്ല. അപ്പൊ ഈ CPM കേരളത്തിലെ ഹിന്ദു പാർട്ടിയാണെന്നൊക്കെ പറയുമ്പോഴും അത് അങ്ങനെയല്ല. അത് ചരിത്രം ഹിന്ദുക്കൾ ഉള്ള പാർട്ടി മാത്രമേ അർത്ഥമുള്ളൂ.
അർത്ഥത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ചും കേരളത്തിലെ ആ തരത്തിലൊരു കണക്കെടുത്ത് കഴിഞ്ഞാൽ കേരളത്തിലെ ഈഴവ സമുദായം, കേരളത്തിലെ മെജോറിറ്റി ഹിന്ദു സമുദായം എന്ന് പറയുന്ന ഈഴവ സമുദായം വലിയ തോതിൽ വോട്ട് ചെയ്യുന്ന പാർട്ടി CPM ആയിരുന്നു. അത് ഹിന്ദുക്കളായിട്ടായിരിക്കില്ല റെപ്രസെന്റേഷൻ ഹിന്ദുക്കളായിട്ടായിരിക്കില്ല, ഹിന്ദുക്കളായിട്ടല്ല. അല്ല, അതിനൊരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഉണ്ടല്ലോ. അതെ, of course. തൊഴിലാളി അങ്ങനെ വലിയ വലിയ ഹിസ്റ്ററി ഉണ്ട്. അല്ലാണ്ട് ഈഴവരായിട്ടല്ല, തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഒക്കെ ആയിട്ടാണ് വോട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈഴവ ഹിന്ദുക്കളായിട്ട് BJP വോട്ട് ചെയ്യാൻ തുടങ്ങി. ഈ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കണ്ടത് പ്രത്യക്ഷത്തിൽ ടെലിവിഷന് മുമ്പിലെല്ലാം വന്നിട്ട് പിണറായി എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്ന് പറയുന്ന വെള്ളാപ്പള്ളി യഥാർത്ഥത്തിൽ ചെയ്യുന്നത് BJPയുടെ അച്ചാരം വാങ്ങി ഇഴവ വോട്ട് CPM-ൽ എടുത്ത് BJP ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഇത് ചാത്തന്നൂർ അദ്ദേഹം SNDPയുടെ നേതാവാണ് ജയിച്ചാണ്. അവിടെയൊക്കെ ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി അറിഞ്ഞുകൊണ്ട് തന്നെ വോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ നമ്മൾ കഴക്കൂട്ടത്തും വോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുള്ള പുറത്ത് പ്രത്യക്ഷത്തിൽ വന്ന് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി CPM-കാരും വരിക. നേരത്തെ എന്ന് പറഞ്ഞാലേ ഒരു വകതിരില്ലാതെ പോയി CPM നിർത്തുന്നത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അദ്ദേഹം ചെയ്യുന്നത് അയാൾ വളരെ തന്ത്രശാലിയാണ്. അയാൾ CPM-നോട് സൗഹൃദം പ്രകടിപ്പിക്കുന്നു, പിണറായി മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വോട്ട് അങ്ങോട്ട് വാങ്ങിക്കൊടുക്കണം. BJPക്ക് അത് മതി. CPM-ന് മനസ്സിലായില്ല എന്നും പറഞ്ഞാൽ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? BDJS എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി NDAയുടെ ഘടകകക്ഷിയായിട്ട് അവർക്കൊപ്പം നിൽക്കുകയും നിരന്തരമായിട്ട് ഈ BJPയുടെ സംഘപരിവാറിന്റെ രാഷ്ട്രീയം പറയുകയും ചെയ്യുന്ന ഒരാള് ഞങ്ങൾക്ക് അപ്പൊ ഇവരുദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ളൊരു എന്തായാലും നേരത്തെ പ്രസാദ് പറഞ്ഞ പോലെ പലസ്തീൻ എടുത്തു, കുറെ ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടാക്കിയെടുത്തു, അതൊക്കെ കഴിഞ്ഞു, അത് തോറ്റു. അത് കഴിഞ്ഞിട്ട് ഗാസയിൽ അതിനുശേഷം നടന്ന ഏറ്റവും ഭീകരമായ ആക്രമണത്തെ കുറിച്ച് നമ്മൾ ഒന്നും കേട്ടില്ല. അതെന്താ കാരണം? നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തില്ല. കേരളത്തിൽ ജൂതന്മാരുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേലിനെ കുറിച്ചായിരിക്കും CPM അങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ജൂതന്മാർക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ വോട്ടാണ് അതിന്റെ പ്രശ്നം എന്ന് ഇവര് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം മറ്റൊന്നുകൂടി സംഭവിച്ചു. ഇവർ ഈ ഈഴവ വോട്ടുകൾ പ്രധാനമായിട്ടും ഇപ്പൊ നായന്മാരുടെ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നായർ സമുദായത്തിന്റെ വോട്ടുകൾ ഭൂരിഭാഗവും മറ്റേ BJPക്ക് ഏതാണ്ട് 50% അടുത്ത് BJPക്കാണെന്ന് പോയി കഴിഞ്ഞു. അതില് കോൺഗ്രസിനും കിട്ടുന്നതും കഴിച്ചേ കിട്ടാറുള്ളൂ. അപ്പോൾ ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ കിട്ടുന്നതിന് വെള്ളാപ്പള്ളിക്കൊപ്പം നിൽക്കുകയും ഈഴവ സമുദായത്തിന്റെ ഒരു അത് എല്ലാ സൊസൈറ്റിയിലും അങ്ങനെ നടക്കുന്ന ഒന്നാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഇന്ത്യയിലെ വളർച്ച നോക്കിക്കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം OBC കേന്ദ്രിതമായിട്ട് മോഡിയുടെ ഏറ്റവും വലിയ പ്രധാന ഹിന്ദുത്വം വന്ന OBC കേന്ദ്രിതമായിട്ട് ഇന്ത്യയിലെ മുഴുവൻ തരത്തിലും ഈ പുതിയ ഹിന്ദുത്വം മോഡി സൃഷ്ടിച്ചത്. നവഹിന്ദുത്വമാണല്ലോ OBC എല്ലാ സ്ഥലത്തും മോഡിയാണ്, എല്ലാ സ്ഥലത്തും OBC കേന്ദ്രിതമാണ്. അപ്പൊ ഇതിന്റെ ഗുണഭോക്താവാൻ പറ്റും. അതായത് ഹിന്ദുക്കളായി സ്വയം ഐഡന്റിഫൈ ചെയ്യുന്ന ഈഴവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ഇതിന്ന് മാറിപ്പോകേണ്ട കാര്യമില്ല, അതിന് പറ്റുന്ന കൗണ്ടർ ഇവിടെ ഉണ്ട് എന്നായിരുന്നു CPM ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. കുറച്ചൊക്കെ വിജയിക്കുമെന്നാണ് അവർ കരുതിയത്. ഒരു ഇത്തിരിയൊക്കെ വിജയിച്ചിട്ടുണ്ടാകാം. പക്ഷെ പ്രശ്നം അതല്ല. പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 3 സീറ്റിലേക്ക് എത്തിച്ച ഈ ഒരു രാഷ്ട്രീയ വികാരമുണ്ടല്ലോ, ഈ രാഷ്ട്രീയ വികാരത്തെ അത് നമ്മൾ മുമ്പൊക്കെ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശൻ പർച്ചയ്ക്ക് പറയുന്ന ഈ കടുത്ത ഹിന്ദുത്വ വർഗീയതയെ സാധൂകരിക്കുന്ന CPM ഉണ്ടെങ്കിൽ അത് ശരിയാണ് എന്ന് തോന്നിപ്പിക്കാനാണ്. അത് ശരിയാണ് എന്ന് തോന്നുന്ന ഒരാൾ പിന്നെ ഇതിനെ CPM വോട്ട് ചെയ്യുന്നത്? അവർ പോയി BJPക്ക് വോട്ട് ചെയ്യുക. വോട്ട് ചെയ്യുന്നത് അടുത്ത ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടായിരിക്കാം, 1-2 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിട്ടായിരിക്കാം വോട്ട് വരിക. പക്ഷെ അതിനുള്ള വിളനിലം കടകംപള്ളി സുരേന്ദ്രനാണോ V മുരളീധരനാണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ V മുരളീധരനിലേക്ക് എത്താൻ വലിയ തയ്യാറായി കഴിഞ്ഞു. ഇതിന് ആ സമൂഹത്തെ തയ്യാറാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. മറ്റൊന്ന് ഈ പറഞ്ഞത് ഈ CPM-നെ സംബന്ധിച്ചും ഇടതുമുന്നണിയെ സംബന്ധിച്ചും നിർണായകം എന്ന് പറഞ്ഞാൽ ഇതിലേറെ നിർണായകമായ ഒരു സന്ദർഭം അവർക്കില്ല. ഇപ്പോൾ 1977 ശേഷം ഇന്ത്യയിലൊരു ഇടതുമുന്നണി സർക്കാരില്ലാത്ത ആദ്യത്തെ വർഷമാണ് ഈ കടന്നു വരുന്നത്. വെറും ആദ്യത്തെ വർഷമല്ല, ഇതിനു മുമ്പ് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നുള്ള മട്ടിൽ, ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു അടുത്ത തെരഞ്ഞെടുപ്പിൽ വരാം എന്നുള്ള മട്ടിലാണ് അതുണ്ടായിരുന്നത്. ഇപ്പോഴങ്ങനെയല്ല. മുമ്പ് തോറ്റ ഒരു സ്ഥലത്തും ഇനി തിരിച്ചുപോക്കില്ലാത്ത വിധമാണ് തോറ്റിരിക്കുന്നത്. ബംഗാളിൽ നിങ്ങൾക്ക് ചിന്തിക്കാനാവാത്ത വിധത്തിൽ ഇനി ഇല്ല. എത്രയോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും കിട്ടിയില്ല. ഇത്തവണ ആ ഒരു താരതമ്യം ശരിയാവും കേരളത്തിൽ. പക്ഷെ അത്തരത്തിലുള്ളൊരു ഒഴിഞ്ഞുപോക്ക് സംഭവിക്കോ? നിങ്ങൾ കേരളത്തിൽ CPM-ന്റെ തോൽവിയുടെ ചരിത്ര പശ്ചാത്തലം മുമ്പൊക്കെ ഉണ്ടായിരുന്നത് മിക്കപ്പോഴും സാമാന്യമായി ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് ഒരു തെരഞ്ഞെടുപ്പ് പ്രാതിനിധ്യവും സംഘടനാ പ്രാതിനിധ്യവും ഒരു സംവാദ ഭൂമികയിലെ പ്രാതിനിധ്യവും ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഇത് വേറെ സാധനം കൂടിയുണ്ട്. അത് ഉണ്ടായിരുന്ന ഒരു സമയത്തായിരുന്നു. ഇന്ന് അങ്ങനെയല്ല.
ഇന്നിവിടെ BJP ഉണ്ട്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയാവുന്ന, ഇപ്പൊ ബംഗാളിലൊരു ഇലക്ഷൻ നടക്കണ്ടായിരുന്നു, ദേശാഭിമാനി വായിച്ചാൽ പോലും തിരിച്ചറിയാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം ബംഗാളിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒരു സീറ്റാണ് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. ഡോങ്കൽ ഒരു മണ്ഡലത്തിലെ ഒരു സീറ്റാണ്. അത് മൂപ്പരുടെ എന്തോ ഒരു ബലം കൊണ്ട് കിട്ടിയ ഒരു സീറ്റ് മാതിരിയാണ്. കോൺഗ്രസിനുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് CPM-നെ സംബന്ധിച്ച് ഇത്രയും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ അതിലെങ്ങനെയാണ് CPM ഈ പരാജയം നേരിട്ടതെന്ന് പറഞ്ഞാൽ, നേരത്തെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയായിരുന്നു. അത് ചിലതരം അപവാദങ്ങളെ കുറിച്ച് പറയുന്ന പോലെയാണ്. അത് അയാൾക്ക് മാത്രം അറിയില്ല, പക്ഷെ നാട്ടുകാർക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞ പോലെയാണ്. CPM-ന് മാത്രം അറിയില്ല തോൽവി. ഇത് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ബംഗാളിൽ ടെലിഗ്രാഫിന്റെ എഡിറ്റർ മാലിനി അവർ ആ തോറ്റതിന് ശേഷം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ബംഗാളിലെ ഗ്രാമങ്ങൾ മുഴുവൻ സഞ്ചരിച്ചു ഇലക്ഷന് മുമ്പേ. പോകുന്നിടത്തൊക്കെ എല്ലാവരും പറഞ്ഞ് ഇത്തവണ പരിവർത്തൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ CPM സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ നമ്മുടെ സുഹൃത്തുക്കളോടും നേതാക്കളോടും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു 50 സീറ്റൊക്കെ കുറയുമെന്നല്ലാതെ എങ്ങനെയാണ് ഈ 200 ചില്ലാനും സീറ്റിൽ നിന്ന് തോൽക്കുക? ഒരിക്കലും തോൽക്കില്ല എന്ന് പറഞ്ഞു. അടിച്ച് പോവുകയാണല്ലോ പിന്നെ 2 ഇലക്ഷനോട് കൂടി ഉണ്ടായത്. R. രാജഗോപാലും പറഞ്ഞിട്ടുണ്ട്, ടെലിഗ്രാഫിന്റെ എഡിറ്റർ, ഒരിക്കലും അത് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോഴും നമ്മൾ ഈ കേരളത്തിലെ CPM നേതാക്കളും സൈബർ കടന്നൽ കമാൻഡർമാരും ഒക്കെ പറഞ്ഞിരുന്നത്, തോൽക്കുന്നൊരു സീറ്റ് നിങ്ങൾ കാണിച്ചു തരൂ. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഇവര് വെറുതെ 2 ഉദാഹരണമാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് ബംഗാൾ, 294 സീറ്റോ മറ്റാണ് അവിടെ ഉള്ളത്. അതിൽ ഒറ്റ സീറ്റും ഇല്ലാത്ത വിധം നിങ്ങൾ തോറ്റു. 200 ചില്ലാനും സീറ്റ് ജയിച്ചെടുത്ത് അവിടെയും പറഞ്ഞത് എങ്ങനെയാണ്, ഇത് മൊത്തം എങ്ങനെ തോൽക്കുമെന്ന്. മൊത്തം തോൽക്കും, അതാണ് ഈ കണ്ടത്. മറ്റൊന്ന്, അതെ, ഒരു കാര്യം ശരിയാണ്, ഈ 2 ഘട്ടത്തിൽ 40 സീറ്റിലേക്ക് തോറ്റു. പിന്നെ ആ ക്രമത്തിലാണ് അത് തോറ്റുപോയത്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പും ഇല്ലാതെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പട്ടാളങ്ങളിലൊന്നും ഒരു രാജ്യം മുഴുവൻ നിയന്ത്രിക്കുകയും ലോകത്തിന്റെ ഒരു പോളായി നിൽക്കുകയും ചെയ്ത ഒരു പൊളിറ്റിക്കൽ പോളായി നിൽക്കുന്നത് USSR. ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും സമാധാനപരമായി പൊളിഞ്ഞു വീണ ഒരു എംപയറില്ല. അല്ലെ, ഒരു വെടി പോലും പൊട്ടിക്കാതെയാണ് സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി പോയത്. അപ്പോൾ ഇത് പൊളിയോ എന്ന് നമുക്ക് തോന്നും. എല്ലാ തരം കോട്ടകൊത്തളങ്ങളും പൊളിയുന്നതിന് മുമ്പ് എല്ലാവർക്കും തോന്നുന്നത് ഇത് പൊളിയില്ല എന്നുള്ളതാണ്. പൊളിയുമ്പോൾ വളരെ എളുപ്പത്തിലിരിക്കും. പ്രത്യേകിച്ചും ഇത്തരം മുകളിൽ നിന്നും താഴത്തേക്ക് കൊളുത്തിയിടുന്ന സാധനങ്ങളുണ്ടല്ലോ, അതിന്റെ പൊളിച്ചിൽ വളരെ ഭീകരമായിരിക്കും. ഇന്നിപ്പോ പിണറായി വിജയൻ 6 റൗണ്ട് കഴിയുമ്പോൾ പിന്നിലാകുമ്പോൾ അത് ആരും വിചാരിക്കുന്നില്ല, അത് പൊളിഞ്ഞു എന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ പറഞ്ഞപ്പോൾ കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനും മുമ്പ് MVR-ഉം ഗൗരിയമ്മയൊന്നും പോയ പോലെയല്ല, ഇൻഡിവിജ്വൽ ആയിട്ടുള്ളാണ് ആളുകൾ പോകുന്നത്. അവർ പോകുന്നത് ഇപ്പോൾ ലോക്കലായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. പാർട്ടിയുടെ ഏറ്റവും ശക്തമായ കേന്ദ്രങ്ങൾ, പാർട്ടി ഗ്രാമം, ആര് നിന്നാലും ജയിക്കും എന്നൊക്കെ തരത്തിലുള്ള പ്രചാരണം നടക്കുന്ന സ്ഥലങ്ങൾ. അവിടെ ആരാണ് ഈ നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രസാദ് പറഞ്ഞില്ലേ, ഈ TK ഗോവിന്ദനെ ചീത്ത വിളിക്കാൻ പാർട്ടി കൂറിന് കാണിക്കാൻ വേണ്ടി പോകുന്നതിനും പോയിട്ട് മിക്കവാറും TK ഗോവിന്ദനായിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഈ മലപ്പട്ട അതുപോലുള്ള ഇതൊക്കെ, ഇപ്പോൾ തൃക്കരിപ്പൂര്, കയ്യൂര് പോലെയൊക്കെയുള്ള ചരിത്രം ഉറങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലത്താണ് അവർ തോറ്റുപോകുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവും ഈ പാർട്ടിയുമായിട്ട് ബന്ധമില്ല എന്ന ആളുകൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് കൂടിയാണ് ഇവർ തോൽക്കുന്നത്. അതുകൊണ്ട് ആ തോൽവിയിൽ വലിയ സങ്കടങ്ങളുടെ ആവശ്യമില്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാവിയെക്കുറിച്ച് നമുക്ക് സങ്കടത്തിന്റെ ആവശ്യമുണ്ട്. ഈ പാർട്ടി തോൽക്കുന്നത് മറ്റൊരു പാർട്ടി തോൽക്കുന്ന പോലെ ഞാൻ അതിനെ കാണുന്നുള്ളൂ. മറ്റൊന്ന് ഇതിന്റെ ആന്തരികാരോഗ്യത്തെക്കുറിച്ചാണ്. ഇത് നന്നാവുമെന്നുള്ളത്. നന്നാവുക മീൻസ് ഇതിന് ശേഷം ഇതിൻ്റെ ഒരു ചർച്ചയിൽ അങ്ങനെയുണ്ടല്ലോ, തോറ്റാൽ ചർച്ച നടത്തും, വീണ്ടും ചർച്ച നടത്തും, വീണ്ടും ചർച്ച നടത്തും, അങ്ങനെ അത് ശരിയാക്കിയെടുക്കുക. അങ്ങനെ ഒരു ആന്തരികമായ ജനാധിപത്യ ആരോഗ്യവുമില്ല, കമ്മ്യൂണിസ്റ്റ് ആരോഗ്യവുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ആരോഗ്യം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ആരോഗ്യമുണ്ട്. ഒരു സംഘടനയ്ക്ക് അതിനെ തിരുത്തുന്നതിന്, അതിനെ മറികടക്കുന്നതിന് ഒക്കെ ഉണ്ടാവേണ്ടതാണ്. അത് ഈ പാർട്ടിക്കുണ്ടോ? അതായത് സ്വന്തം അധികാര കേന്ദ്രങ്ങൾക്കപ്പുറത്തേക്ക് ഒരു മനുഷ്യനെ കാണുകയോ കേൾക്കുകയോ ചെയ്യാൻ കഴിയാത്ത ഒരു ഇക്കോ സിസ്റ്റം ഈ പാർട്ടി എസ്പെഷ്യലി കഴിഞ്ഞ 10 വർഷമായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നു. ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ, ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഇപ്പൊ ആ പാട്ട് ഏതാണ്ട് കവിത ഏതാണ്ട് തോന്നുന്നു, ഇത് കഴിഞ്ഞല്ലോ, ക്യാപ്റ്റൻ കഴിഞ്ഞുകൊണ്ട് അത് തന്നെയാണ് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എന്ന കവിതയുടെ പോലെ. Our fearful trip is done. Fearful trip is done എന്നാണ്. അപ്പോ ഒരു 2 ഉദാഹരണം കൂടി അക്കാര്യത്തിൽ പറഞ്ഞ ആ വിഷയം അവസാനിപ്പിക്കാം. അത് ഒന്ന്,
കേരളത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ തോറ്റതിന്റെ വിശദീകരണം അതിന്റെ മുമ്പുള്ള ഒരു സാധനമാണ്. കേരളം തെരഞ്ഞെടുപ്പ് കുറച്ചൊക്കെ മുന്നോട്ട് പോയി, നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് കെ സുധാകരൻ കാണിച്ച പതിവ്, ഇനിയിപ്പോൾ ഇത് കോൺഗ്രസ് അല്ലേരിക്കും എന്ന ആളുകൾക്ക് തെറ്റിദ്ധരിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് സുധാകരൻ കഷ്ടപ്പെട്ട് 4 ദിവസം അല്ലെങ്കിൽ അല്ലേ ഒരു വൃത്തിയായിട്ടൊക്കെ ഈ പരിപാടി നടന്നു കഴിഞ്ഞാൽ ഇതെന്താ കോൺഗ്രസ് തന്നെയല്ലേ എന്ന് വിചാരിക്കാം. അപ്പോൾ സുധാകരൻ പറഞ്ഞല്ലല്ലോ അത് കോൺഗ്രസ് തന്നെയാണ്, ഞാനൊരു 4 ദിവസം ഒന്ന് പെർഫോം ചെയ്യാം എന്ന് പറഞ്ഞു. അത് മാറ്റി നിർത്തിയാൽ സാമാന്യം മെച്ചപ്പെട്ടാണ് അവരത് നടത്തിയത്. അപ്പോൾ ഒരു എലക്ഷൻ്റെ ഒരു നരേറ്റീവ് ഉണ്ടാക്കുന്നതിൽ മറ്റേ വീണ ജോർജ് അതുപോലെ തന്നെ ഇവരൊക്കെ ഇങ്ങനെ സംഭാവന കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. CPM എലക്ഷൻ്റെ ഒരു നരേറ്റീവ് CPM-നെതിരായിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്, സർക്കാരിനെതിരായിട്ട്. പിണറായി വിജയനാണ് ചെസ് ഫോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മറ്റേ ഈ രാഷ്ട്രീയ വേറെ എന്തൊക്കെയോ തന്തയ്ക്ക് വിളിക്കല്ല അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് ആയതോടുകൂടി അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഫുൾ ഫോമിലെത്തുകയും അപ്പം ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഘട്ടത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു പത്രസമ്മേളനമായിരുന്നു ശവം തൂക്കികൾ എന്നുള്ള ഒറ്റ പ്രയോഗത്തിലൂടെ അവരുടെ ഒരു യുവ സെക്രട്ടേറിയറ്റ് മെമ്പർ നടത്തിയത്. ഞാൻ ആലോചിക്കുകയാണ്, ജനങ്ങളുമായിട്ട് ഇത്രയധികം ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഘടനയ്ക്ക് മാത്രമേ ആ ഒറ്റ പ്രയോഗത്തിലൂടെയൊക്കെ ഞങ്ങൾ കേരളത്തിൽ ഇതിനെ മാറ്റിമറിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. കേരളം ഒന്നും ശവം തൂക്കികൾ എന്നുള്ള പ്രയോഗത്തെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. അതിലത്തെ പ്രശ്നം ഇപ്പോൾ വയനാട് ഫണ്ട് ചർച്ച ചെയ്യുകയും ഒക്കെ വേണം, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു ഇക്കോ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ നടത്തുന്ന ഇത്തരം പ്രയോഗങ്ങളൊക്കെ ആളുകൾ ഏറ്റെടുത്ത് അതിഭയങ്കരമായിട്ട് ഏറ്റെടുക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത് തരത്തിലുള്ള ഒരു ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ഇത്തരം നേതാക്കളെയൊന്നും കേരളം ശ്രദ്ധിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ്. ഇവരുടെ ഈ സെക്രട്ടേറിയറ്റ് മെമ്പറുടെ പത്രസമ്മേളനമൊക്കെ കേരളത്തെ മാറ്റിമറിച്ചു എന്ന് ഇവർ ധരിക്കണം. ഒന്നുമല്ല, ജനങ്ങൾ ഈ പ്രശ്നങ്ങളൊന്നുമല്ല കണ്ടിരുന്നത്. എങ്ങനെ കേരളത്തിലെ ഈ പൊളിറ്റിക്സിനെ അതിഭയങ്കരമായ കമ്മ്യൂണൽ പൊളിറ്റിക്സ് ആക്കി മാറ്റിയത് CPM ആണ് ഈ ഇലക്ഷനെ. അപ്പോൾ പ്രസാദ് പറഞ്ഞത് എന്നോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഇവർ പറയുന്നുണ്ടല്ലോ കമ്മ്യൂണൽ പോളറൈസേഷൻ സംഭവിച്ചു എന്ന്. കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടി പ്രവർത്തിച്ച് CPM-ഉം ഇടതു മുന്നണിയുമാണ്. സെക്യുലർ പോളറൈസേഷനാണ് UDF-ന് അനുകൂലമായിട്ട് സംഭവിച്ചത്. മുസ്ലിങ്ങൾ UDF-ന് വോട്ട് ചെയ്യുമ്പോൾ കമ്മ്യൂണൽ പോളറൈസേഷൻ അല്ല, കമ്മ്യൂണൽ പോളറൈസേഷന് എതിരായിട്ടുള്ള സെക്യുലർ പോളറൈസേഷനിലാണ്. അതുകൊണ്ടാണ് അക്രോസ് കേരള ആ വോട്ടിംഗ് പാറ്റേൺ വന്നത്. അല്ലാണ്ട് വടക്കൻ കേരളത്തിൽ മാത്രമൊന്നുമല്ല വന്നേ, എല്ലായിടത്തും വോട്ടിംഗ് പാറ്റേൺ വന്നത്. BJP-യുടെ വോട്ടുകൾ ഇപ്പോൾ കണക്ക് വരണേ ഉള്ളൂ. ഞാനിന്ന് 3 തെരഞ്ഞെടുപ്പുകളിലും 16, 21, 26 നോക്കിയപ്പോൾ പല മണ്ഡലത്തിലും, ഇപ്പോൾ തിരുവല്ല പോലൊരു മണ്ഡലത്തിലൊക്കെ 10,000 അതിലും വില 15,000 എന്നൊക്കെ പറഞ്ഞ് വോട്ട് കൂടിയുണ്ട് അനിൽ ആന്റണിക്കൊക്കെ. അല്ലാത്തടത്തൊക്കെ നോമിനൽ ഇൻക്രീസ് ആണ്, 3,000 വോട്ട് 2,000 വോട്ട് എന്നൊക്കെയുള്ള ഇൻക്രീസേ ഉണ്ടായിട്ടുള്ളൂ പല മണ്ഡലങ്ങളിലും. അപ്പോൾ അക്രോസ് കേരള ആളുകൾ ഈ ഒരു സെക്യുലർ പൊളിറ്റിക്സിന്റെ ആ സെക്യുലർ കൺസോളിഡേഷൻ ആണ് UDF-ന് ഉണ്ടായിട്ടുള്ളത്. ആ കൺസോളിഡേഷൻ കേരളത്തിന് ഗുണപരമാണ് എന്ന് മാത്രമല്ല, ഞങ്ങളെ എതിർക്കുന്നവരെ ഇപ്പൊ തീർത്ത് കളയും എന്നുള്ള മട്ടിലുള്ള ഒരുതരം വൈതാളിക വെകിളിക്കൂട്ടങ്ങളെ ഇറക്കി വിട്ട് നടത്തുന്ന ഒരു തെരുവിലും ഈ സൈബർ ഗുണ്ടകൾ എന്നൊക്കെ പറയുന്ന ആളുകളെയാണല്ലോ. ജനാധിപത്യത്തിൻ്റെ കാറ്റ് എന്ന് പറയുന്നൊരു സാധനത്തിന് കേരളത്തിലെ സമൂഹം ഇവരടച്ചിട്ട ജനലുകൾ വാതിലുകളും ഇടിച്ചു തുറന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണത്. അതുപോലെ ഈ റിസൾട്ട് വന്നതിന് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ CPM സംസ്ഥാന സെക്രട്ടറിൻ്റെ പ്രസ്താവന മുതൽ ഈ സ്വരാജിൻ്റെ പ്രസ്താവന വരെയുള്ളത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ജനവിധിയെ പതിവ് പോലെ തന്നെ അതിനെ അരാഷ്ട്രീയമെന്ന് അപഹസിക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാനമാണ്. ഇപ്പോൾ പാർട്ടിയുടെ പ്രസ്താവനയിൽ ഒരുപക്ഷെ നമ്മൾ അത്ഭുതപ്പെടുത്തും, അവർ 85 സീറ്റ് നേടി വിജയിക്കുന്നതാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷയിൽ തയ്യാറാക്കിയ ഒരു പ്രസ്താവനയാണെന്ന് വായിച്ചാൽ വ്യക്തമാണ്. അപ്പോൾ അതിൽ ചെറിയ ചില കോപ്പി എഡിറ്റിങ്ങേ നടത്തിയിട്ടുള്ളൂ CPM സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയിൽ. അതായത് സർക്കാർ ചെയ്ത അതിൻ്റെ നേട്ടങ്ങൾ മുഴുവൻ വിവരിക്കുകയും ജനങ്ങളോടൊപ്പം നിന്ന് മുന്നേറിയ ഒരു സർക്കാർ അപ്രതീക്ഷിതമായത് ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരാജയം എങ്ങനെയുണ്ടായി എന്നുള്ളത് ആ ഒരു വാചകം മാത്രമേ പരാജയത്തിനെ കുറിച്ചുള്ളൂ. പക്ഷേ ജനങ്ങളും തെറ്റിയൊന്നുമില്ലല്ലോ. ജയിക്കുകയാണെങ്കിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയ അതേ പ്രസ്താവന ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് ജനങ്ങൾ തെറ്റിയതു എന്നുള്ളത് ഏതാണ്ട് ഇയാളാ പറഞ്ഞത്. ജനങ്ങൾ അരാഷ്ട്രീയവും ഉദാസീനവുമായാണ് ചെയ്തത്. അതുപോലെ കേന്ദ്ര സർക്കാരിനെതിരെ ഫെഡറൽ ഇതിനെതിരായിട്ട് മുന്നേറിയിട്ടുള്ള ഒരു സർക്കാർ, പിന്നെ നീതി ആയോഗിൻ്റെ കണക്കിൽ 1ാം സ്ഥാനത്ത് 1ാം സംസ്ഥാനം, അങ്ങനെയൊക്കെയുള്ള വളരെ നേട്ടങ്ങളുടെ ഒരു പട്ടികയാണ് ആ തോൽവിയുടെ അന്ന് ഇറങ്ങിയിട്ടുള്ള പ്രസ്താവനയിലുള്ളത്. പക്ഷേ നമ്മൾ നോക്കുന്നത് 13 മന്ത്രിമാർ തോറ്റുപോയി. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞൊരു ഫാക്ടർ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിൻ്റെ
ഈ കമ്മ്യൂണിക്കേറ്റിൽ പറയുന്ന കാര്യങ്ങൾ മൊത്തം ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. ഇപ്പോൾ നീതി ആയോഗ് എന്നുള്ള എത്രയും കാശം പറഞ്ഞുകൊണ്ടിരുന്ന സംഭവമാണ് ഈ ക്ഷേമ പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. അപ്പോൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞൊരു സാധനമാണിത്. അപ്പോൾ ജനങ്ങളുടെ വിശ്വത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് വാസ്തവത്തിൽ ചെയ്തത്. നേരെ മറിച്ച് ഇതിൽ ഒരു പരീക്ഷണവും ഇല്ല, അല്ലെങ്കിൽ അത് ഒരു തിരിച്ചറിവില്ല. ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് തോറ്റു എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷെ അത് തുറന്നു പറയാനുള്ള ഒരു ആർജവം അത് കാണിക്കുന്നില്ല, അത് കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സോൾ സെർച്ചിങ് എന്ന് പറയും നമ്മൾ, ഒരു ഉള്ളിലേക്കുള്ള നോട്ടം ഉണ്ടാവണം. അത് ഉണ്ടാവണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജനാധിപത്യത്തിൻ്റെ സ്വഭാവം വേണം, ജൈവിക സ്വഭാവമുള്ള ഒരു യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ ഇങ്ങനെ വിലയിരുത്താൻ പറ്റുള്ളൂ. ഇത് അല്ലേ, നിഷ്കളങ്കരെ നിങ്ങൾ മറ്റൊരു ഇതമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിപ്പം എന്തൊക്കെയാണ് പാർട്ടി തിരിച്ചറിയേണ്ടത്, ഇതിലില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പ്രധാനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നേരത്തെ പറഞ്ഞ സംഭവമുണ്ട്. അതായത് ഈ എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്തു എന്നുള്ളത്. അതിൽ വളരെ അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു വശം മനസ്സിലാവുന്നത്. അത് ഇവർ പ്രതീക്ഷിച്ചത് ഒരു കൗണ്ടർ കൺസോൾട്ടേഷൻ അപ്പുറം ഉണ്ടാവും. ഹിന്ദു കൺസോൾട്ടേഷൻ അത് പല നേതാക്കന്മാർ പറയുന്നു. ഇന്നലെ ഒരു ചാനലിൽ ഒരു MLA ആയിട്ടുള്ള MLA അല്ല, സ്ഥാനാർത്ഥിയായിട്ട് ഒരാളോട് ചോദിക്കുകയാണ് ഈ മൈനോറിറ്റി കൺസോൾട്ടേഷൻ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനെന്താ, ഇത് തിരിച്ചും കൗണ്ടർ കൺസോൾട്ടേഷൻ ഉണ്ടാവില്ലേ ഞങ്ങൾക്ക് അനുകൂലമായിട്ട്. അപ്പോൾ ഇത് എന്ത് പറയാൻ അവരത് പ്രതീക്ഷിക്കുകയാണ്. അപ്പോഴാണ് ഇതെന്തോ ഒരു കുഴപ്പമില്ല സാധനമാണ്. ഒരു കൺസോൾട്ടേഷൻ ഇപ്പോൾ ഉണ്ടായാൽ അപ്പുറം ഒരു കൗണ്ടർ കൺസോൾട്ടേഷൻ ഉണ്ടാകും. ഇതൊരു പൊളിറ്റിക്കൽ ടാക്ടിക്സ് ആയിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ അപകടം എന്തെന്നുള്ളത് പ്രമോദ് പറഞ്ഞതുപോലെ ഇതിൻ്റെ നില ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ മുസ്ലിം കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മോശപ്പെട്ട സാധനമാണ് എന്നൊരു ധാരണ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ലീഗിനെ പോലും ഡിഫെൻസീവിലേക്ക് പോയിട്ടുണ്ട്. ലീഗ് നേതാക്കന്മാരെ പറഞ്ഞത് അങ്ങനെ പറയരുത്, മൈനോറിറ്റി കൺസോൾട്ടേഷൻ അല്ല എന്ന് പറഞ്ഞ് സെക്യുലർ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നുണ്ട്. അത് പറയാൻ കാണുന്നത് അപ്പോൾ മുസ്ലിം കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ അപകടമാണ്. മുസ്ലിം കൺസോൾട്ടേഷൻ സെക്യുലർ അല്ലേ? മുസ്ലിം കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ സെക്യുലർ അല്ല എന്നൊരു ബോധം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവർ. അപ്പം അതായത് ഈ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിഭാഗത്തിന്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഒരു വിദ്യാർത്ഥി വിഭാഗത്തിന് ഒരു ഭരണകൂടത്തോട് ഒരു എതിർപ്പുണ്ട്, അത് അവർ കൂട്ടമായി പ്രകടിപ്പിക്കുന്നു. അതിനുള്ള കൺസോൾട്ടേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗവൺമെൻറ് നടപടികളോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തും, അതിനൊരു കൺസോൾട്ടേഷൻ. പക്ഷെ അത് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ അത് വർഗീയമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരു ജനവിഭാഗത്തിന് അവരുടെ ഈ കൺസോൾട്ടേഷൻ എന്ന സാധനം ഇത് ശൂന്യതയിൽ നിന്നുണ്ടാകുന്നതല്ല. ഇത് ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടാക്കിയെടുത്ത നറേറ്റീവ് അല്ല. ചിലപ്പോൾ ചിലർ ശ്രമിച്ചിട്ടുണ്ടാകും. ആ ശ്രമിക്കാൻ അവർക്ക് സാധ്യമായത് ചില യാഥാർത്ഥ്യങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ആ യാഥാർത്ഥ്യങ്ങളെ ഇവർ തിരിച്ചറിഞ്ഞിട്ടില്ല, ഈ പ്രസ്താവനയിൽ തിരിച്ചറിയുന്നില്ല. അതായത് ഇത് ഞാൻ പറയാൻ കാരണം 2016 മുതൽ ഞങ്ങളൊക്കെ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. 2016 ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ കാഞ്ഞങ്ങാട് സമസ്തയുടെ നേതൃത്വത്തിൽ ഒരു ശരീഅത്ത് സംരക്ഷണ റാലി നടത്തുകയാണ്. അന്ന് അതിന് പോലീസ് കേസെടുത്തു. ആ കേസെടുത്തിൽ FIRൽ എന്താണ് പറയുന്നത് അറിയാം? പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതാണ്. പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചത് ഒരു ക്രിമിനൽ കുറ്റമായിട്ട് ആരുടെ പോലീസ്? ഇടതുപക്ഷത്തിൻ്റെ പോലീസ് മനസ്സിലാവുകയാണ്. അവിടെ നിന്ന് തുടങ്ങുകയാണിത്. അതിൽ നിന്ന് തുടങ്ങിയ ശേഷം ഈ നിലമ്പൂരിൽ വെടിവെപ്പ് നടന്ന മാവോയിസ്റ്റിന് വെടിവെച്ച് വന്നു. ആ ബോഡി കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടായി. അന്ന് പോലീസ് പറഞ്ഞ എന്താണ്, ഇവിടെ മാവോയിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും കൂടി പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളതാണ്. അവിടെ ആരാ ഉണ്ടായിരുന്നത് അറിയുന്നത്? ഏറ്റവും വലിയ നേതാവ് ബിനോയ് വിശ്വമായിരുന്നു. ഈ ബോഡി തന്നെ ഇവിടെ മുതലക്കുളത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ BJPക്കാർ റോഡ് തടഞ്ഞു. BJPയുടെ കൊടിയും പിടിച്ച് റോഡ് കടന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കാത്തത്? അത് ജനങ്ങളുടെ പ്രതിഷേധമാണെന്നാണ്. ഇതൊക്കെ എക്സാക്ട്ലി അവർ പറഞ്ഞതാണിത്.
പിന്നെ വരുന്നതാണ് UAPA. ഈ പ്രശ്നങ്ങൾ ഇപ്പം റിയാസ് മൗലവിയുടെ കേസ് UAPA ഇല്ല. അലൻ ഷുഹൈബിന് താഹ അലൻ കേസിൽ വളരെ പെട്ടെന്ന് തന്നെ UAPA വരുന്നു. പക്ഷേ 2021 തെരഞ്ഞെടുപ്പ് ഇതൊന്നും ചർച്ചയായില്ല. കാരണം അന്ന് ചർച്ചയായത് വേറെ ഒരു കാര്യങ്ങളായിരുന്നു, കോവിഡായിരുന്നു. പക്ഷെ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, ഇങ്ങനെ സസ്റ്റെയിൻഡ് ആയിട്ട് വരികയാണ്. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, ഇടതുപക്ഷ സഹയാസ്ത്രികർ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അക്കമിട്ട് നിരത്തിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ മാത്രം പറയുന്ന സംഭവമല്ല. പക്ഷെ ഇതേ സമയത്ത് പിന്നെ വരുന്നത് എന്താണ്, ആ സമയത്താണ് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വരുന്നത്. അതോടനുബന്ധിച്ചിട്ട് ഈ 24 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട CPI അതും അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ മുസ്ലിം തീവ്രവാദത്തിൻ്റെ ഇതിലിടുന്നു. പിന്നെ സതീഷ് ചെറിയാൻ വരുന്നു. പിന്നെ സസ്റ്റെയിൻഡ് ആയിട്ട് ഇങ്ങനെ വരികയാണ്, നിരന്തരമായിട്ട് വരികയാണ്. ഈ ഒരു സാധനമാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ വിഭാഗത്തിനിടയിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഷാഫി പറമ്പിലിനെയും ഫാത്തിമ തഹ്ലീലിനെയും ഒക്കെ ചിത്രീകരിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് ഇത് ചിലപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ആളുകൾ അത് വളരെ കൃത്യമായി സെലക്ട് ചെയ്തിട്ട് ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് ഉണ്ടാക്കാൻ ഒരു കാരണമായി നിലനിൽക്കുന്നത് ഈ പ്രശ്നമാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തെ CPM ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് അവർ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇത് ഒരു പ്രശ്നമല്ല. അപ്പം മുസ്ലിം കൺസോളിഡേഷൻ എന്നുള്ളത് എന്തോ വർഗീയമായിട്ടുള്ളൊരു കൺസോളിഡേഷനാണ്. മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു. അതാണ് സജി ചെറിയാൻ പറഞ്ഞത്. മലപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് ചെയ്തത്. ഇത് സംഭവിക്കുന്നത് എന്താണ്, ഇവിടെയാണ് പ്രമോദ് പറഞ്ഞ അപകടം വെച്ചിരിക്കുന്നത്. ഇത് മറ്റേ നറേറ്റീവാണ്. ഇത് കൊണ്ടുവന്നത് BJP അനുകൂലമായ BJPക്കാരുടെ നറേറ്റീവാണ്. ഇത് അതേപോലെ ടെംപ്ലേറ്റ് മാറ്റി ഇപ്പുറം വെച്ച് കഴിഞ്ഞാൽ ഇത് പുരോഗമനമായ മാറുമെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് അത്രയധികം കമ്മ്യൂണലൈസ് ചെയ്തതിൽ ഈ പാർട്ടിക്ക് വലിയൊരു ഈ തെറ്റ് എങ്ങനെ തിരിച്ചറിഞ്ഞു. ഈ ഒരു വരി പോലും ഏതെങ്കിലും ആ പേര് പറയണ്ട, ചില വിഭാഗങ്ങൾ ഞങ്ങളിൽ നിന്ന് അകന്നു പോയി, അത് ഞങ്ങൾ പരിശോധിക്കും എന്നൊരു വാക്ക് അതവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് UDF-ന്റെയും പാർട്ടി ശത്രുക്കളെയും ദുഷ്പ്രചരണം കൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ കറഞ്ഞ ഇപ്പോൾ ജനങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒഴുകുകയാണ്. ഒന്നും മനസ്സിലാവാത്ത ആൾക്കാർ ഇങ്ങനെ ദുഷ്പ്രചരണങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്ന ഒരു ഏജൻസി ഇല്ലാത്ത ഒരു ആട്ടിൻ പറ്റത്തെ പോലെയുള്ള ആളുകളാണ് എന്നാണ് പല ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഇപ്പം മനസ്സിലാകുന്നത്. അതാണ് ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മനസ്സിലാവുന്നത് ഈ ജനങ്ങൾ ഇങ്ങനെ വോട്ട് ചെയ്യുള്ളൂ. കാരണം ഇത്ര രാഷ്ട്രീയ ബോധ്യമേ ഉള്ളൂ. ഞങ്ങൾ ഇത്ര നല്ലതായി ഭരിച്ചിട്ട് ഇത്ര വലിയ വികസനങ്ങൾ കൊണ്ടുവന്നു, ഇത്ര മനോഹരമായിട്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി, എന്നിട്ടും ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ഇവർ പിന്നെ കാരണമേ ഉള്ളൂ. അപ്പോൾ ഇത് തിരിച്ചറിയാതെ പോയി. കാരണം വെള്ളാപ്പള്ളി നടേശൻ ട്രോജൻ ഹോഴ്സിനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കൗണ്ടർ കൺസോൾട്ടേഷൻ അതുവഴിയെങ്കിലും കിട്ടുകയോ എന്നുള്ള ഒരു ദുഷ്ടലാക്കാണോ എന്നറിയില്ല. അപ്പോൾ CPM-ന്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു തിരിച്ചറിവ്, ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിവ് പലതുമുണ്ട്. പാർട്ടിക്കുള്ളിൽ നടത്തേണ്ട തിരിച്ചറിവുണ്ട്, അത് പാർട്ടി അവർ നടത്തട്ടെ. ഈ പൊതുസമൂഹത്തെ ഇത്രമാത്രം കമ്മ്യൂണലൈസ് ചെയ്തത്, ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തെ മുഴുവൻ വർഗീയവൽക്കരിച്ചത്, അതിൻ്റെ 3 സീറ്റേ BJP കിട്ടിയിട്ടുള്ളൂ എന്ന് ഭാഗ്യമാണ്, സത്യമാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചത് പല സ്ഥലങ്ങളിലും ഇവിടെയൊക്കെ ചോദിക്കുക, പാലക്കാട്, തൃശ്ശൂർ, മഞ്ചേശ്വരം എന്നിട്ട് കാസർഗോഡ് പോലുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ജനങ്ങൾ CPM വിചാരിച്ച പോലെ അല്ല ചിന്തിക്കുന്നത്. ഒരു സെക്കുലറായി ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ വാസ്തവത്തിൽ ഇതിൻ്റെ ട്രാപ്പിൽ പെടാതെ പോയത്. അപ്പോൾ ഇത് അടിയന്തരമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യം. കാരണം ഇത് തെരഞ്ഞെടുപ്പ് തുടങ്ങുകയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല. ഇത് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ കാരണം ഇതൊരു താത്വിക പ്രശ്നവുമല്ല. ഇപ്പം നമ്മുടെ നാദാപുരം, പേരാമ്പ്ര ആ ബെൽറ്റ് ഉണ്ടല്ലോ, വളരെ വൊളറ്റൈലായിട്ടുള്ള മേഖലയാണ്. അവിടെ 2001 ബിനു മർഡർ കേസ്, ഷിബിൻ DYFI അതുകൊണ്ടുണ്ടായ പ്രശ്നം, ഇതൊക്കെയാണ് ചർച്ചയ്ക്ക് കൊണ്ടിരുന്നത്. ഇപ്പം മാറാട് കലാപം ആവർത്തിക്കുമെന്ന് പറയുന്നത് അനവസരത്തിൽ വളരെ ബോധപൂർവ്വം ഇതാണ് റിവേഴ്സ് കൺസോൾട്ടേഷന് വേണ്ടി. അങ്ങനെ അതായത് മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ട്. അപ്പോൾ
അത് കൃത്രിമമായിട്ട് അങ്ങനെ പറഞ്ഞ് ആക്കിയാനുണ്ടാക്കി. അപ്പോൾ അതിനുവേണ്ടി ഹിന്ദു കൺസോൾട്ടേഷൻ ഒരു ആസൂത്രിതമായി ഉണ്ടാക്കുക, അതിന് വെള്ളപ്പള്ളി ഉപയോഗിക്കുക, അപ്പം അതിന് വേണ്ടി മാറാട്. ഇതൊക്കെ വളരെ നേതാക്കൾ തന്നെയാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒരു വലിയൊരു പ്രകടമായ ഒരു കാരണം ഇപ്രാവശ്യത്തെ മാറാട് ദിനം വലിയ രീതിയിലാണ് ഇവർ കൊണ്ടാടിയിട്ടുണ്ട്. BJP. കാരണം ഇത് തുടങ്ങി വെച്ചതാരാണ്? കാരണം ഇപ്പം നമ്മുടെ മറവിയിൽ കുറേ കാര്യങ്ങൾ മറക്കണമല്ലോ, കുറേ കാര്യങ്ങൾ മറക്കേണ്ടതുണ്ട് എന്തായാലും. പക്ഷെ അതിൽ ആ കാര്യം ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ കുറേ കൊല്ലമായിട്ട് മാറാട് ദിനം അങ്ങനെ വിപുലമായ രീതിയിലൊന്നും കൊണ്ടാടാറുണ്ടായിരുന്നു. അവർ ഇത് എന്താ പറയുക, ഒബ്സർവ് ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം അത് വളരെ വലിയ രീതിയിൽ കൊണ്ടുവന്നു. അപ്പം CPM ചെയ്ത ഒരു വലിയൊരു പാതകം എന്ന് പറയേണ്ടി വരും. അത് ഇത്തരം കാര്യങ്ങളെ കേവലം തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഈ തെറ്റ് പാർട്ടി തിരിച്ചറിയുമോ എന്നുള്ളതാണ് പ്രശ്നം. ഈ തെറ്റ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് അക്നോളജ് ചെയ്യുക, ഇത് ഇങ്ങനെയാണ്, ഇത് ഇത്തരം ചില സംഘടനകളൊക്കെ ഉണ്ട്, അവരൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഉപയോഗിച്ചതാണ്. അതങ്ങനെ പച്ചക്ക് പറയാൻ പാർട്ടിക്ക് പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഇനി മുതലെങ്കിലും നാളെ ഈ വിജയത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറയാതിരിക്കാനുള്ള രാഷ്ട്രീയ വിവേകമെങ്കിലും ഒരുപക്ഷെ ഇതിൽ കാണുന്നില്ല. പ്രസ്താവനയിൽ അതില്ല എന്നുള്ളത് ഒരു സമാധാനമാണ്. കാരണം ഉടനടി കഴിഞ്ഞ ഓർമ്മ ഉണ്ടാവില്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടനെ മലപ്പുറത്ത് നിന്നുള്ള സ്ഥാനാർത്ഥികളെ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് കാരണം വർഗീയതയാണ്. 4 ലക്ഷത്തിലധികം വോട്ടിൽ ജയിച്ച പ്രിയങ്ക ഗാന്ധി ജയിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് വിജയം വർഗീയവാദികളുടെ വിജയമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഡിസ്കോഴ്സ് മൊത്തം ഇത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയതിൽ സംഘപരിവാറിനേക്കാൾ കൂടുതൽ പങ്കുള്ളത് CPM-നാണ്. ഇത് ഈ പറഞ്ഞ ഇവരുടെ പ്രസ്താവനയിൽ ഇല്ല എന്നുള്ളത് ആണ്. ഇത് ആത്മാർത്ഥമായിട്ടുള്ള ഇനി വരുമായിരിക്കാം, ആത്മാർത്ഥമായിട്ടുള്ള ഒരു തെറ്റുതിരുത്തൽ ആണ്, അല്ലെങ്കിൽ ഒരു ആത്മപരിശോധനയാണ് എന്നുള്ളതിൻ്റെ തെളിവ് ആയിട്ട് അതിൽ തോന്നുന്നു. അതുകൊണ്ട് ഇതിൽ കാര്യമായിട്ടുള്ള എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? കാരണം ഇവർക്ക് മനസ്സിലായി, ഹിന്ദു വോട്ടും കിട്ടിയിട്ടില്ല, മുസ്ലിം വോട്ടും കിട്ടിയിട്ടില്ല, ക്രിസ്ത്യൻ വോട്ടും ഇല്ല. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. കാരണം CPM എടുക്കേണ്ട ഒരു നിലപാടല്ല ഇത്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കേണ്ട നിലപാടല്ല ഇത്. വളരെ വളരെ പ്ലെയിനായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഇത്. പക്ഷേ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കപ്പെട്ടത് അപകടകരമായിരുന്നു എന്ന് നമ്മളിപ്പോൾ ഇപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഇന്നോ നാളെയോ നാദാപുരമോ അല്ലെങ്കിൽ കല്ലാച്ചി അതുപോലുള്ള മേഖലകളിൽ സംഘർഷം ഇല്ലാതിരിക്കട്ടെ എന്നുള്ളതാണ്. കാരണം പോലീസിൻ്റെ അത്രമാത്രം ശ്രദ്ധ ആവശ്യപ്പെടുന്നൊരു മേഖലയാണത്. അവിടെ എന്ത് സംഭവിക്കാം. അത് സംഭവിക്കാനുള്ള കാരണം ഇവർ പറയുന്ന ഷാഫി പറമ്പിൽ കമ്മ്യൂണലൈസ് ചെയ്തത് വളരെ എന്താണ് അതിനെ പറയുന്നത്? ഷാഫി പറമ്പിലിനെ പോലെ എങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാലും ഒരു കമ്മ്യൂണൽ ഒരു എലിമെന്റ് പോലും കാണാം, പേര് മാത്രം ആണ് ഉള്ളത്. അല്ല, അതാണ് പ്രശ്നം. നിങ്ങളൊരു മുസ്ലിം പേരുകാരനാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണൽ എലമെന്റ് ആരോപിക്കുകയും ഞാനൊരു വർഗീയവാദിയല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത അയാളുടെ മുകളിൽ വരികയും ചെയ്യുന്നു. മുസ്ലിം മറ്റേ ഇവിടുത്തെ പൗരത്വം രേഖാമൂലം എല്ലാം തെളിയിച്ചുകൊണ്ടിരിക്കണം. ഇത് തന്നെയാണ് ഇവരും പറയുന്നത്. അത് ലീഗിനെ പോലുള്ള ഒരു സംഘടനയ്ക്ക് എത്രമാത്രം സമ്മർദ്ദത്തിലാക്കി എന്നുള്ളത് നമ്മൾ നോക്കണം. ലീഗിന് അമുസ്ലിങ്ങളായ ആളുകൾ അതിൽ പാർട്ടിയിൽ ചേരുന്നത് വളരെ ആഘോഷിക്കേണ്ടി വന്നു. അതെ അതെ, അത് ഒരു വലിയൊരു ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. അവർ സീറ്റ് കൊടുക്കുന്നത് മാത്രമല്ല, ആ കൊടുക്കുന്നത് ഒരു വലിയ കാര്യമായിട്ട് ഒരു സെക്കുലർ ഹരിഗോവിന്ദന് വരുന്നു. അപ്പോൾ ഓരോ നിമിഷത്തിലും മുസ്ലിം ലീഗ് അവരുടെ സെക്കുലർ ക്രെഡൻഷ്യൽ തെളിയിച്ചുകൊണ്ടിരിക്കണം. വേറെ ആർക്കും ആ ബാധ്യതയില്ല. നമ്മൾ സെക്കുലർ ആണ്. നമ്മൾ അങ്ങനെ വേറെ കാര്യം കൂടി കാണാം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഹിസ്റ്റോറിക്കൽ റോളുണ്ട്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ ഒരു മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതിന് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടൊരു ബേസും ഉണ്ട്.
ആ പുതിയ കാലത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രബലമായ കാലത്ത് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയെല്ലാം ചുമതല പുലർത്തുന്ന ചില ചുമതലകളുണ്ട്. അത് കുറച്ചും കൂടി കാര്യം മറ്റൊരു CPM പുലർത്താത്ത ചുമതല കോൺഗ്രസ് പോലും ചെയ്ത് കുറച്ചും കൂടി കാര്യക്ഷമമായി ലീഗ് ചെയ്യുന്നതിലേക്ക് നമുക്ക് കാണാൻ പറ്റും. ലീഗിന് മറ്റൊരു സമ്മർദ്ദം കൂടി അതിൽ വരുന്നതിൽ വേറൊരു തരത്തിൽ ഒരു സെക്യുലർ സൊസൈറ്റിയുടെ സമ്മർദ്ദം മുസ്ലിം ലീഗിനെ പോലെ ഒരു പാർട്ടിക്ക് വരുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ഈ CPM ഉണ്ടാക്കിയെടുക്കുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത് നിങ്ങൾ മുസ്ലിം ആണ് എന്നുള്ളത് കൊണ്ട് അവര് മുസ്ലിം ജനവിഭാഗത്തിന് മുകളിൽ ആ സമ്മർദ്ദം ഉണ്ടാക്കിയെടുക്കുക. ലീഗ് ഓഫ് കോഴ്സ് ലീഗ് അവരുടെ ഒരു സെക്യുലർ ക്രെഡൻഷ്യൽസ് പ്രൂവ് ചെയ്യണം എന്നുള്ളത് ഒരു സെക്യുലർ സമൂഹമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഇതേ പ്രശ്നം നിങ്ങൾ മറ്റു പാർട്ടികൾക്ക് കൊടുക്കുന്നില്ല എന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ ലവ് ജിഹാദ് പറഞ്ഞ ബിഷപ്പിന്റെ കൈമുത്താനാണ് വാസവൻ ഓടിപ്പോയത്. അത് അപ്പൊ തന്നെ പോയി. അതേസമയം ഇവിടെ വേറൊരു തരത്തിൽ വേറെ എന്തെങ്കിലും വാചകം ഇപ്പോൾ ഫാത്തിമ തെഹ്ലിയ എന്ന് പറഞ്ഞാൽ തികച്ചും മുസ്ലിം യാഥാസ്ഥിതിക നിലപാടൊക്കെ തന്നെയായിരിക്കും അവർക്കുണ്ടായിരിക്കുക. അവര് പറഞ്ഞ ഏതോ ഒരു കാര്യത്തിനെയൊക്കെ വലിയ കാര്യമായിട്ടാണ് നിങ്ങൾ പ്രശ്നമാക്കുന്നത്. ഒരു ലിബറൽ സെക്യുലർ സമൂഹത്തിന്റെ എതിർപ്പല്ല നിങ്ങൾ മുസ്ലിം വിഷയങ്ങളിൽ കാണിക്കുന്നത്. നിങ്ങൾ അവിടെ കാണിക്കുന്നത് നേരത്തെ ഇപ്പോൾ പ്രശാന്തൊക്കെ പറഞ്ഞ സംഘപരിവാറിന്റെ ടെംപ്ലേറ്റാ നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വിഷയം മാത്രമായിട്ട് നമ്മൾ കാണുന്നതില്ല. കാര്യം ഇതിനകത്ത് ഗൗരവമായിട്ടൊരു ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന വസ്തുതയാണ്. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഉദാഹരണത്തിന് നേരെ സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ, അതായത് ഈ പ്രതികരണത്തിൽ 2 കാര്യങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും. ഇതൊക്കെ കേരളത്തിലെ മനുഷ്യർ, അത് അവർ ഹിന്ദുക്കളാവട്ടെ മുസ്ലിങ്ങളുടെ ക്രിസ്ത്യാനിയായിക്കോട്ടെ, അവർക്കെല്ലാം മനുഷ്യർ നിലയ്ക്ക് ഉള്ള ഒരു ആത്മാഭിമാനം, പൗരൻ നിലയ്ക്കുള്ള അവകാശം, പൗരൻ നിലയ്ക്കുള്ള ആത്മബോധമൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അവരോട് പറയണം, ഞങ്ങൾ ഇത്ര വികസനം നടത്തിയില്ലേ, വികസനം ഈ സർക്കാർ തെരഞ്ഞെടുത്തതിന് ഇതൊക്കെ നടത്താനാണ്, നല്ല റോഡ് ഉണ്ടാവാനും നല്ല ഇതുണ്ടാക്കാൻ നടത്തുക. അത് നടത്തിയതൊരു അവകാശം. അതിന് ശേഷം എന്ത് അസംബന്ധമാണ് പറയുന്നത്, ഇതുപോലെ എല്ലാ ഗവൺമെന്റ് അവകാശം. അപ്പോൾ ബേസിക്കലി അന്ന് എമ്പോണിയാണ് ഇതൊക്കെ ഔദാര്യമായിട്ടാണ് കാണുന്നത്. CPM ഇത് കാണുന്നത് നമ്മൾ ഇവിടുത്തെ പൗരങ്ങൾ ഔദാര്യമായി കാണുകയും അങ്ങനെ ഞങ്ങൾ കുറച്ച് ക്ലാസ് സൂചിക്കുകയും നിങ്ങൾക്ക് ഔദാര്യം പോലെ തരികയും അത് ആ ഔദാര്യം മേടിച്ച് നിങ്ങൾ വോട്ട് ചെയ്യുക എന്നുള്ള മനോഭാവത്തിന്റെ ഇതാണ്. ആ ഓട്ടോക്രാറ്റിക് ഗവർണൻസ് രീതിക്കെതിരുള്ള മനുഷ്യന്റെ പ്രതികരണം അത് അക്രോസ് എല്ലാ കമ്മ്യൂണിറ്റിയും അതന്നെ ചെയ്തിട്ടുള്ളത്. നമ്മൾ അങ്ങനെയും കൂടി കാണണം ഇതിൻ്റെ അകത്ത്. പൗരബോധമുള്ള മലയാളി, കാര്യം മലയാളിയുടെ എക്സെപ്ഷനിസ്റ്റിനെ കുറിച്ച് CPM പറയണല്ലോ, ആ പൗരബോധമുള്ള മലയാളി ഈ ഔദാര്യങ്ങളല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ആ കാര്യം നിർവഹിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഇതെന്തൊരു ഔദാര്യം പോലെ നിങ്ങൾ ഈ ജനങ്ങളുടെ പൈസ വാങ്ങിയിട്ടാണ് CMDRF പൈസ വാങ്ങിയിട്ടാണ് വയനാട് അവിടെ ടൗൺഷിപ്പ് ആണ്. അത് നല്ല കാര്യം. പക്ഷെ എന്തൊരു CPMന്റെ ഒരു നേട്ടമായിട്ട് എന്താ ഔദാര്യം പോലെ കാണിച്ചുകൊണ്ട് അത് ഇതിലൊക്കെ ഇത് ഉൾക്കൊള്ളാം. അപ്പൊ ആ ഒരു ഓട്ടോക്രാറ്റിക് സാധനത്തോട് പൗരബോധം ഇത് ഒരു കാരണവശാലും മനസ്സിലാവില്ല. അത് എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് നമ്മൾ കാണുന്നൊരു കാര്യം, തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം, ഈ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വരെ 90 സീറ്റ് കിട്ടും എന്ന് CPM അവകാശപ്പെടുന്നതിന്റെ കാരണം ജനങ്ങളെ ഡിസ്കണക്ട് മാത്രമല്ല, ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് 99 സീറ്റിൽ നിന്ന് തോൽക്കുക, എങ്ങനെയാണ് 40 സീറ്റിലെ ആൾക്ക് 40 സീറ്റ് അങ്ങനെ കിട്ടും. അപ്പോൾ ഒരു ഡെമോക്രസി ഡൈനാമിക്സ് പോലും അവർക്ക് അറിയില്ല. അതായത് ഈ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതനുസരിച്ച് അങ്ങനെയാണെങ്കിൽ ആദ്യമേ അവർ പറയുന്നത് എന്താ, നരേന്ദ്രമോദിയുടെ ഭരണം തുടരുന്ന പറയുന്നത്, അങ്ങനെ അൺസീറ്റബിളില്ലോ. അപ്പൊ ഇത്രയും പൊളിറ്റിക്കലി എന്നതിന് ഇങ്ങനെ ഇമ്മച്ചുർ അല്ല എപ്പൊളിറ്റിക്കൽ അരാഷ്ട്രീയവാദികൾ ആരാണ് ഇവിടെ? CPM ആണ്. CPM നേതൃത്വം രാഷ്ട്രീയവാദികൾ. ആ CPMന്റെ ഇതുപോലുള്ള കുറെ അനുയായി വൃന്ദങ്ങളുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. എപ്പൊളിറ്റിക്കൽ ഡീപൊളിറ്റിസൈസ് ചെയ്ത അൺഇന്റലിജന്റ് ആയിട്ട് വാങ്ങുക. അവരാണ് പറഞ്ഞ കാര്യം. നമ്മൾ നോക്കണം തന്നെയല്ലേ മോഡിക്ക് നരേന്ദ്രമോദി പറയാം. കാര്യം അവർക്ക് ഇത്ര സീറ്റ് എങ്ങനെ നഷ്ടപ്പെടും? എങ്ങനെയാണ് ഈ ചിതറിക്കിടക്കുന്ന പ്രതിപക്ഷം ഏകീകരിച്ച് വോട്ട് ചെയ്യാൻ പറ്റുക? അത്രമാത്രം പോലും ഹിസ്റ്റോറിക്കലി ബോധമില്ലാത്ത, രാഷ്ട്രീയമായിട്ട് തീരെ പക്വതയില്ലാത്ത ഇതുപോലെ നേതാക്കളും ഇവരാണ് ഇത്തരം കാര്യം പ്രചരിപ്പിക്കുന്നത്. ജനാധിപത്യ ഡൈനാമിക്സ് അറിയാത്ത ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഓട്ടോക്രാറ്റിക് രീതികളും ഇതുപോലെ അടിച്ചേൽപ്പിക്കുന്ന രീതികളും ഔദാര്യം പോലെ ഈ രാഷ്ട്രീയം തിരസ്കരിക്കപ്പെട്ടു. വാസൻ CPMന്റെ ഈ പറഞ്ഞ പോലെ മൈനോറിറ്റി പൊളിറ്റിക്സ് ഒക്കെ ഉള്ള സമയത്തും എല്ലാ മനുഷ്യരും ഒത്തുചേർന്ന് ഈ പൊളിറ്റിക്സ് നടപ്പാവില്ലെന്നും ഈ രാഷ്ട്രീയത്തെ നിരാകരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അകത്ത് വളരെ വ്യക്തമായി കൊടുത്തത്. അത് ഇപ്പോഴും മനസ്സിലാവില്ല. എനിക്ക് തോന്നുന്നു മനസ്സിലാവാൻ സാധിക്കുന്നത്. കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലാക്കാൻ വലിയ ഇപ്പോഴും ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം വിമൻ ബോസിന്റെ കാര്യം പറഞ്ഞല്ലോ. വിമൻ ബോസ് ഇലക്ഷൻ മത്സരിക്കാത്തതല്ല. അവിടെ തോറ്റാൻ കാരണം അവിടുത്തെ CPM ഉണ്ടാക്കിയ സിംഗൂർ നന്ദിഗ്രാമം ഉടൻ തന്നെ അവിടെ ഉണ്ടാക്കിയ വലിയ തോതിലുള്ള ഈ ഇനീക്വാളിറ്റി ഒക്കെ തന്നെ പ്രശ്നത്തിന്റെ അതിന്റെ പ്രത്യാഘാതമാണ് അവിടെ അനുഭവിക്കുന്നത്. ആ പാർട്ടി ഇല്ലാതായി അവിടെ. കാര്യം ആ നിലയിൽ ഒരു വലിയ തോതിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല തന്നെ കാണിക്കുന്നത്. അവിടെയാണ് ഓദാമേറ സ്പേസ് ഓക്യുപ്പൈ ഈ BJP വരെ തിരിച്ചറിയാൻ പറ്റാതെ പോയി അവർക്ക്. കാര്യം
തങ്ങൾ പ്രതിപക്ഷ സ്ഥാനത്ത് പോയാൽ മൂന്നാമതൊരാളെത്തി, BJP ഭരിക്കാൻ പോവാണ്. ഇതന്നെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ആ BJP ഒരു എമർജ് ചെയ്തു, BJP പൊളിറ്റിക്കലി എമർജ് ചെയ്തു. ഈ 3 MLA നിസ്സാരക്കാരല്ല, അവർ ലെജിസ്ലേറ്റീവ് അസംബ്ലി സാന്നിധ്യം നടക്കണം. അപ്പോൾ പൊളിറ്റിക്കലി ഒരു തേർഡ് ഫ്രണ്ട് എമർജ് ചെയ്തു. ഇനി അവർ അലൈൻസിനെ നോക്കും. ഈ ദുർബലപ്പെട്ട് നിൽക്കുന്ന കേരള കോൺഗ്രസ് പോവില്ലേ? ഈ ദുർബലപ്പെട്ട് നിൽക്കുന്ന കേരള കോൺഗ്രസിന് കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനം കിട്ടിയാൽ, രാജ്യസഭയിൽ മന്ത്രിസ്ഥാനം കിട്ടിയാൽ അവർ പോവില്ലേ? ആ മന്ത്രിസ്ഥാനം കൊടുക്കാൻ NDAക്ക് പറ്റും. അപ്പോൾ അത് പുതിയ അലയൻസ് ഉണ്ടെങ്കിൽ ഇത്തരം അലയൻസിന്റെ സ്കോപ്പുകൾ വികസിക്കും. അലയൻസ് അപ്പോൾ അങ്ങനെ വെച്ചാൽ അത് എമർജ് ചെയ്യും. ആ എമർജ് ചെയ്യുമ്പോൾ ആരെയാണ് ബാധിക്കാൻ പോകുന്നത്? അപ്പോൾ ഇത്തരം പൊളിറ്റിക്സ് പോലും കൺസീവ് ചെയ്യാൻ പറ്റാതെ, മനസ്സിലാക്കാതെ പറ്റാത്ത ആൾക്കാർ ഈ ഔദാര്യത്തിന്റെ രാഷ്ട്രീയം പറയുക, അതുപോലെ തന്നെ അരാഷ്ട്രീയം പറയുക, അതുപോലെ തന്നെ ഞങ്ങൾക്ക് 90 എങ്ങനെ 90 സീറ്റ് നഷ്ടപ്പെടും എന്ന് ചോദിക്കുക. അപ്പോൾ ഡെമോക്രസി ഡൈനാമിക്സ് പോലും അറിയില്ല.